ഹലോ ഫ്രണ്ട്സ്, റോഷ. നമ്മൾ കാണാൻ പോകുന്നത് പൊറോട്ടോ നാരുട്ടോസ് ഡെസ്റ്റിനേഷനിലെ എപ്പിസോഡ് നമ്പർ 111, 112, 113, 114, 115, 116 എന്ന എപ്പിസോഡുകളാണ്. അപ്പോൾ എപ്പിസോഡ് അടിപൊളിയാണ്. നമുക്ക് നേരെ നമ്മളുടെ എപ്പിസോഡിലേക്ക് പോവാം. അങ്ങനെ നമ്മൾ ആദ്യം കാണിക്കുന്നത് മിറായിനെയാണ്. റായിക്കയുടെ കയ്യിലുള്ള മോതിരം കാണുമ്പോൾ നമ്മളുടെ ഹിഡൻ്റെ ഫോർമേഷനാണ് നമ്മളുടെ മിറായിക്ക് ഓർമ്മ വരുന്നത്. ഇതെങ്ങനെ ഓർമ്മ വന്നു എന്ന് വെച്ചാൽ നമ്മളുടെ ഷിക്കമാറും ആണെങ്കിൽ ഇതിനെ പറ്റിയിട്ടൊരു റിപ്പോർട്ട് അന്നത്തെ ദിവസത്തെ പറ്റിയിട്ട് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ പറയുന്നുണ്ട് ഹിഡൻ്റെ ആ ഒരു ട്രിക്ക് ഞങ്ങൾക്ക് മുന്നിൽ പുതിയൊരു ഫ്രഷ് ഐറ്റം ആയിരുന്നു. അതിന് മുമ്പിൽ ഫ്രഷ് ആയിട്ട് ആര് ചെന്ന് പെടുന്നോ അവരെല്ലാം പെട്ടുപോകും. കാരണം അവൻ ചെയ്യുന്ന ഫോർമേഷൻ അങ്ങനെയാണ്. അവൻ ആദ്യം ഒരാളെ മുറിവേൽപ്പിക്കും, ആ രക്തം അവൻ നക്കും, ആ രക്തം വെച്ചിട്ട് അവൻ അയാളുടെ ഫുള്ള് കൺട്രോൾ എടുക്കും. ഒരു പപ്പറ്റിനെ പോലെ യൂസ് ചെയ്യും, അവൻ്റെ ആവശ്യത്തിനായിട്ട് യൂസ് ചെയ്യും. ലാസ്റ്റ് അവന് ബോഡിയിൽ ഒരു പരിക്കും പറ്റത്തില്ല, എന്നാൽ അയാളെ കൊല്ലുകയും ചെയ്യും എന്നൊരു രീതിയിൽ. അപ്പോഴത്തേക്കും അത് കാരണമാണ് അസുമ മരിച്ചത്. അവസാനം വരെയും ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ അയാൾ നോക്കി. നമ്മളുടെ മാസ്റ്ററാണ് അസുമ. ഒന്നിനു മുമ്പിലും തോറ്റു കൊടുക്കാതെ അവസാനം വരെയും ഞങ്ങൾക്ക് വേണ്ടി നിന്ന ആള്. ഞങ്ങൾ പോലും പേടിച്ചു പോയ സമയം എന്ന രീതിയിലൊക്കെ. അപ്പോഴത്തേക്കും ആ ഫോർമേഷൻ കണ്ടതും മിറായിക്ക് എന്തോ ഒന്ന് കത്തിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നീട് ഇവനാണെങ്കിൽ വെള്ളം കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും കുടിക്കാനായിട്ട്. എല്ലാവരും ആ വെള്ളം കുടിക്കുന്നുണ്ട്. നമ്മളുടെ മിറായും കുടിക്കുന്നുണ്ട്. അച്ഛനെ കാണണം എന്ന് വെള്ളം കുടിക്കുമ്പോഴേ മിറായി പറഞ്ഞു തുടങ്ങുന്നുണ്ട്. അപ്പോഴത്തേക്കും ആണെങ്കിൽ റായുക്ക് ഓടി വരാണ്. ഓ, നിനക്ക് അച്ഛനെ കാണണോ? നിന്റെ അച്ഛനെ ഞാൻ വേറൊരു ഡയമെൻഷനിൽ വെച്ച് കണ്ടിട്ടുണ്ട്. നിന്നെയും ആ ഡയമെൻഷനിലേക്ക് കൊണ്ടുപോട്ടെ എന്ന രീതിയിൽ ചോദിക്കണം. ഇവൻ്റെ ഒരു പുച്ഛം കണ്ടിട്ട് മിറായിക്ക് ഇങ്ങോട്ട് കലിച്ച് കയറി വരാണ്. ആ, എവിടെയാ എൻ്റെ പേര് മിറായി ടോക്കി എന്ന് പറഞ്ഞോ എന്ന് ചോദിക്കണം. അതെ, നിന്റെ പേര് മിറായി ടോക്കി എന്ന് പറഞ്ഞു എന്ന് പറയണം. എന്നാടാ പറഞ്ഞില്ല, കാരണം എൻ്റെ പേര് മിറായി ടോക്കി എന്നല്ല എന്ന് പറഞ്ഞിട്ട് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. എൻ്റെ നോണയൊന്നും എൻ്റെ അടുത്ത് വില പോകത്തില്ല, അതൊക്കെ എടുത്ത് കീശയിൽ വെച്ചിട്ട് അങ്ങോട്ട് മാറി നിൽക്കും മീശയില്ലാത്തവനെ എന്ന് പറയാണ് നമ്മളുടെ മിറായി. അങ്ങനെ നമ്മളുടെ മിറായി പറഞ്ഞത് അസുമയാണ് പേരിട്ടത് മിറായി ടോക്കി എന്ന് പറഞ്ഞിട്ടാണ് അവനോട് പറഞ്ഞത്. അവനും അതങ്ങ് സമ്മതിച്ചു കൊടുത്തു. അതാ ഉണ്ടായേ. അതായത് അപ്പം തന്നെ ടട്സുമിനെ പിടിച്ചു വെച്ച് ടട്സുമിയുടെ കവിള് മുറിച്ച് ആ രക്തം ഇവൻ നക്കുന്നുണ്ട്. ഇത് കണ്ടതും മിറായിക്ക് മനസ്സിലായി അവൻ നമ്മളുടെ ഹിഡൻ്റെ ഫോർമേഷനാണ് ചെയ്യാൻ പോകുന്നതെന്ന്. അങ്ങനെ അത് നക്കിയതും അവൻ്റെ കയ്യിലേക്ക് ഒരു പപ്പറ്റ് പോലെ ഒരു സാധനം കൊണ്ടുവരാണ്. അത് വെച്ചിട്ടാണ് ടട്സുമിനെ കൺട്രോൾ ചെയ്യുന്നത്. ഇത് ഹിഡൻ്റെ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു ജുട്സ് ആണ് കേട്ടോ. അപ്പോഴത്തേക്കും അതേപോലെയാണ്, പക്ഷെ സെയിം ബട്ട് ഡിഫറെൻ്റ് എന്ന് പറയുന്ന പോലെ. അങ്ങനെ ടട്സുമി മിറായിയെ കൊല്ലാനായിട്ട് പറയാണ് ടട്സുമിയോട്. അങ്ങനെ ടട്സുമി കൊല്ലാനായിട്ട് പോവാണ്. അവിടത്തേക്ക് കാഴ്ചയും മൈറ്റ് ഗെയിം വരുന്നുണ്ട്. അവർ വരുമ്പോഴത്തേക്കും ടട്സുമിനെ പിടിച്ച് മാറ്റിയതിന് ശേഷം മിറായി എന്ത് ചെയ്യുന്നുണ്ട്, ആ വെള്ളത്തിൻ്റെ ബോട്ടിൽ പൊട്ടിച്ചു കളയാണ്. എല്ലാവർക്കും ബോധം വരികയാണ്. അങ്ങനെ മിറായി അതുപോലെ തന്നെ റയോക്കിയും ഒന്നിച്ച് 4-on-1 ഫൈറ്റിൽ വരികയാണ്. അതിൻ്റെ പുറകെ നമ്മളുടെ കക്കാഷിയും മൈറ്റ് ഗെയിം പോകുന്നുണ്ട്. എന്നാൽ തന്നെ മിറായി ഒരു ചാൻസും കൊടുക്കാതെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. അങ്ങനെ നമ്മൾ ചക്ര ബ്ലേഡ് യൂസ് ചെയ്ത് കറങ്ങി തിരിഞ്ഞു അവൻ്റെ ഫോർമേഷനിൽ നിന്ന് രക്ഷപ്പെട്ടു പോയി. ആ ഒരു റോഡിൽ ഒക്കെ രക്ഷപ്പെട്ടു പോയി അറ്റാക്ക് ചെയ്യാൻ നോക്കുമ്പോഴാണ് അവൻ്റെ വെട്ടുപെടുന്നത്. കോഴ്സ് ജുട്സു, ബോഡി പൊസിഷൻ ജുട്സു എന്ന് പറഞ്ഞിട്ട് അവൻ എന്ത് ചെയ്യുന്ന ഒരു പാവയെ എടുത്തിട്ട് അതിൽ കുത്തി മുറിവേൽപ്പിച്ച് ബ്ലഡ് കലർത്തി ആ ഒരു ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. അതിനകത്ത് മിറായി പെട്ടുപോയി എന്ന് അങ്ങനെ കാണിക്കുകയാണ്. മിറായിയുടെ കൺട്രോൾ അവൻ എടുത്തു കഴിഞ്ഞു എന്ന് പറഞ്ഞ് അവൻ പൊട്ടിച്ചിരിക്കുമ്പോഴാണ് മിറായി മാഞ്ഞു പോകുന്നത്. എന്താ പറ്റിയിടാന്ന് പറഞ്ഞ് നോക്കിയാൽ, മോനെ നീ എല്ലാ കുഞ്ഞു ഞഞ്ഞു വാവ മാറി നിൽക്കടാന്നും പറഞ്ഞിട്ട് നിന്നിട്ട് മിറായി കാണിക്കുകയാണ്. ലൈക്ക് അവളുടെ കയ്യിലിരുന്ന് അവിടെ നിന്ന് ഹോട്ട് സ്പ്രിംഗ് നിർത്താൻ വാട്ടർ ബോട്ടിലാണ് ഇവൻ അടിച്ചു പൊടിച്ചത്, നക്കി കുടിച്ചത്. എന്താ വേണ്ട, അങ്ങനെ ഇവൻ ഇമ്മോർട്ടൽ ആവണം, ഞാൻ ഒരിക്കലും മരണമില്ലാത്തവരാവണം, അതാവണം ഇതാവണം, ലോകത്തിൻ്റെ സമാധാനം കൊണ്ടുവരണമെന്ന് മാത്രം പറയില്ലേ എന്നും പറഞ്ഞ് ഇവൻ ഭയങ്കര ബഹളം. ചക്ര ബ്ലേഡ് യൂസ് ചെയ്യണം. അത് കാണുമ്പോൾ അസുമേനെ പോലെ ഓർമ്മ വരാണ് നമ്മളുടെ കക്കാഷിക്ക്. വിൻ സ്റ്റൈൽ വിൻ ഫെസ്റ്റ് എന്ന് പറയുന്ന ടെക്നിക്ക് യൂസ് ചെയ്ത് അടിച്ച് തകർക്കാണ് യമ്മോനെ. അങ്ങനെ കിടന്ന് പറക്കാണ് നമ്മളുടെ റയുക്ക്. നീ അത് കണ്ടോ എന്ന് മൈറ്റ് ചോദിക്കുകയാണ്. അതെ കണ്ടു, അവനെ ഞാൻ കുറേ നാൾക്ക് ശേഷം കണ്ടു എന്ന് പറയണം. ആരെ? അസുമേനെ. നമ്മളുടെ അസുമേനെ മിറായിക്ക് ഉള്ളിൽ അവർ കണ്ടു. എന്നിട്ട് നമ്മളെ കാണിക്കുന്നത് ടട്സുമീനെയാണ്. ടട്സുമീനെ നമ്മളുടെ മിറായി നല്ല രീതിയിൽ കെയർ ചെയ്യാണ്. അവൾക്ക് ബോധം പോയി കിടക്കുകയാണ്. ഇപ്പോൾ എഴുന്നേൽക്കുന്നുണ്ട്. ടട്സുമി എഴുന്നേറ്റതും മിറായോട് ക്ഷമ ചോദിക്കുന്നുണ്ട്. കാരണം അവളാണല്ലോ ഒന്നും അറിയാതെ ഇവളെ വിളിച്ചുകൊണ്ട് പോയതും ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കിയതും. സാരമില്ല, എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു, അല്ല ഇങ്ങനെയുള്ള ആൾക്കാരൊന്നും വെച്ച് പൊറപ്പിക്കരുതെന്ന്. അത് എനിക്ക് സാധിക്കാൻ നിന്റെ വഴി സാധിച്ചു. ഇത്രയും വലിയൊരു പ്രശ്നം പരിഹരിക്കാൻ നമുക്ക് പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ പറഞ്ഞു വിടാണ്. അപ്പോഴാണ് കക്കാഷി പറയുന്നത്, മിഷൻ എന്തായാലും കംപ്ലീറ്റ് ആയെന്ന്. എന്ത് മിഷൻ? ഏത് മിഷൻ? ഞങ്ങൾ വന്നത് തന്നെ എസ് റാങ്ക് മിഷനായിട്ടുള്ള പെൺപിള്ളേരെ കാണാനില്ല എന്നുള്ളൊരു മിഷനാണ്. നമ്മളുടെ ലീഫിൽ വെച്ച മിക്കവാറും ടീമും ഇറങ്ങിയിട്ടും നമ്മളുടെ ആ ഒരു കിബയുടെ ടീമായിക്കോട്ടെ ചോജിയുടെ ടീമായിക്കോട്ടെ എന്നിട്ട് പോലും സാധിക്കാത്ത ഒന്ന് നീ വിചാരിച്ചു, ഇപ്പം സാധിച്ചു.
ആണോ ആണോ എന്ന് ചോദിച്ചിട്ട് അവർ നേരെ ലീഫ് വില്ലേജിലേക്ക് പോകണം. അവിടെ ബൊറൂട്ടോ ഓടി വരികയാണ്. ബൊറൂട്ടോ വന്നിട്ട് പറയണം, എനിക്ക് മനസ്സിലായി നിങ്ങൾ ഒരു ടേക്ക് കെയർ പോലല്ലേ പോയാ, അല്ലടാ അതൊരു എസ്റാങ് മിഷൻ ആണെന്ന് പറഞ്ഞ് നടന്ന കാര്യങ്ങളെല്ലാം മിറായി പറയാണ്. അതിനുശേഷം മിറായി നേരെ പറയുന്നത് ഷിക്കമാറിൻ്റെ അടുത്തേക്കാണ്. അവിടെ വെച്ചിട്ട് ആ കോയിൻ, കിങ് എന്ന കോയിൻ്റെ അർത്ഥം ഞാൻ പറയട്ടെ എന്ന് ചോദിക്കുകയാണ്. എനിക്ക് കഴിഞ്ഞ മിഷനിലാണ് മനസ്സിലായോ, കൃത്യമാണോ എന്നറിയത്തില്ല, ഫ്യൂച്ചർ ജനറേഷൻ ആണോ എന്ന് ചോദിക്കുമ്പോൾ അതെ എന്ന് പറയാണ്. അതെ, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്ന് മിറായി പറയാണ്. ഷിക്കമാറു ചെറിയൊരു ചിരി പാസ്സാക്കാണ്. കാരണം ഇത്രയും മിറായി ഇത്ര പെട്ടെന്ന് വളർന്ന് എത്തിയിട്ടുണ്ട് അല്ലേ. അപ്പോഴത്തേക്കും അത് ഓർത്തിട്ട് മിറായി ആണെങ്കിൽ ആ ഒരു വെപ്പൺ, നമ്മുടെ ചക്ര ബ്ലേഡ് യൂസ് ചെയ്തെന്ന് അതൊക്കെ ഓർത്തിങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷം നമ്മളുടെ നറൂട്ടോയുടെ മാൻഷനെ കാണിക്കുകയാണ്. പാതിരാത്രിയായി. നറൂട്ടോ ആണെങ്കിൽ അന്ന് നടന്ന ചുനിൻ എക്സാമിനെ ഓർത്തിരിക്കുകയാണ്. ഓരോ സംഭവങ്ങളായിട്ട് നറൂട്ടോ ഇങ്ങനെ ഷിക്കമാറുവിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ആര് ഇപ്പോൾ നമ്മൾ ചുനിനാക്കും, ഇപ്പോൾ എല്ലാവരും ഗെനിനല്ലേ, ഇതിൽ ഒരാളെ ചുനിനാക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നമ്മളുടെ ഓരോരുത്തരുടെ പെർഫോമൻസ് ആയിട്ട് ആലോചിച്ച് നോക്കുകയാണ്. ഇതിനകത്ത് ബൊറൂട്ടോനെ ക്വാളിഫൈ ചെയ്യാൻ പറ്റത്തില്ല. ഇനി മിറ്റ്സുക്കി ആണെങ്കിലോ അവനെ ഇപ്പോൾ ക്വാളിഫൈ ചെയ്യുന്നത് സേഫ് അല്ല. കാരണം അവൻ വില്ലേജ് വിട്ട് പുറത്ത് പോയ ഒരാളാണ്. പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളുടെ സിമുറെ, അവൾ നല്ല പെർഫോമൻസ് ആയിരുന്നു. പിന്നെ ഷിക്കഡായി നല്ല മാസ്റ്റർ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ ഷിക്കമാർ പറയണേ അത്രയ്ക്കൊന്നും ഇല്ലാന്ന്. പിന്നീട് നമ്മളുടെ സറാഡ ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ സറാഡ അടിപൊളിയായിരുന്നെന്ന് ഷിക്കമാറും സമ്മതിച്ചു കൊടുക്കുകയാണ്. ഷിക്കഡായി എന്തൊക്കെ പറഞ്ഞാലും ഒരു പൊട്ടനെ പോലെ പെരുമാറി. കാരണം അവൻ എൻ്റെ ടാറ്റിക്സ് മറന്നുപോയി, അവനത് മനസ്സിലാക്കാൻ പോലും പറ്റിയില്ല എന്ന രീതിയിൽ നമ്മളുടെ ഷിക്കമാറ് പറയാണ്. കൊച്ചല്ലേ, ബൊറൂട്ടോയുടെ ഭാഗത്താണ് തെറ്റെന്ന് പറയണം. മിറ്റ്സുകിയുടെ അടുത്ത് പിടിച്ചു നിൽക്കാൻ പോലും ആരെ കൊണ്ടും പറ്റിയിട്ടില്ലായിരുന്നു. ചോജോയുടെ കാര്യമാണെങ്കിൽ അവളാണെങ്കിൽ അടിച്ചു തെറിപ്പിക്കുമായിരുന്നു. ലാസ്റ്റ് വരെയും നമ്മളുടെ ഗാറയുടെ മോനോട് ഫൈറ്റ് ചെയ്ത് നിന്നു. എന്നാലും ലാസ്റ്റ് റൗണ്ടിലേക്ക് എടുത്തേക്കുന്നത് നമ്മളുടെ ഷിക്കഡായി, അറാഡ, മിറ്റ്സുകി, ഡെങ്കി, അതുപോലെ തന്നെ സിമുറയാണ്. ഇവരെല്ലാവരും ടീം വർക്ക് കൃത്യമായിട്ട് ചെയ്തു. ഡെങ്കിക്ക് അത്ര വലിയ ടൈജിറ്റ്സും നിഞ്ചിറ്റ്സും ഒന്നും അറിയത്തില്ലെങ്കിലും അവൻ കറക്റ്റായിട്ട് ടീമിനെ കൊണ്ടുപോയി. മിറ്റ്സുകിനെ ഇപ്പോൾ ക്വാളിഫൈ ചെയ്യാൻ പറ്റത്തില്ല എന്ന കാര്യം ഒന്നുകൂടെ നമ്മളുടെ ഷിക്കമാറു ഓർമ്മിച്ചു കൊടുക്കുകയാണ്. വില്ലേജ് വിട്ട് പുറത്ത് പോയ ഒരാളാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ഷിക്കമാറു പറയാണ് ലൈക്ക് ഷിക്കഡായിനെയും അങ്ങനെ ക്വാളിഫൈ ചെയ്യാൻ പറ്റൂല എന്ന്. അതുപോലെ തന്നെ സിമുറയും ഡെങ്കിയും ഇനിയും കുറേ ഇമ്പ്രൂവ് ആവാറുണ്ട്. അതുകൊണ്ട് അവരും പോട്ടെ, സറാഡ ആയിക്കോട്ടെ ചുനിൻ എന്ന രീതിയിൽ പറയാണ്. അങ്ങനെ ചുനിനാക്കാനായിട്ട് സറാഡ എടുക്കുമ്പോൾ സാസ്കി അങ്ങോട്ടേക്ക് മിഷൻ്റെ റിപ്പോർട്ട് കൊടുക്കാനായിട്ട് വരികയാണ്. അടുത്ത് തന്നെ അയാൾ ഇവിടെ വരും. ഇവിടെ നിന്ന് ആരോ ഒരാൾ സിഗ്നൽ കൊടുക്കുന്നുണ്ടായിരുന്നു. അത് മിക്കവാറും ചൂണ്ടയിട്ട് പഠിക്കുന്ന അവനായിരിക്കും. കിൻഷിക്കി, മൊമോഷിക്കി, ഉറാഷിക്കി വന്നതിൽ ആ ഒരു ഉറാഷിക്കി എന്ന് പറയുന്ന അവനാണോ മൊമോഷിക്കി ആണോ കിൻഷിക്കി ആണോ എന്നതിൽ ആ ഒരു ചൂണ്ടയിട്ട് പിടിക്കുന്ന അവൻ തന്നെയാണ് ഇവിടെ നിന്ന് സിഗ്നൽ കൊടുത്തതെന്ന് സാസുക്കിക്ക് തോന്നാണ്. അതുമാത്രമല്ല അവരൊരു പോർട്ടൽ ഓപ്പൺ ചെയ്താണല്ലോ പോയത്. അതിന് ഒരുപാട് സമയം എടുക്കും. പക്ഷേങ്കിലും ഇനിയിപ്പോൾ പെട്ടെന്ന് വരാൻ ചാൻസ് ഉണ്ട്, അടുത്ത് തന്നെ ആണെന്ന രീതിയിൽ സാസുക്കി പറയുന്നുണ്ട്. സറാഡേനെ ചുനിനായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ പോകുന്നു എന്ന് നറൂട്ടോ പറയാൻ പോകുന്നതിന് മുമ്പ് ഇങ്ങോട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ അവളെ ചുനിനായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ പോകണോ? എന്ത് കണ്ടിട്ട്, എന്ത് കണ്ടിട്ടാണെന്നാണ് നീ പറയുന്നത്? നിനക്ക് തോന്നുന്നുണ്ടോ ഈ വില്ലേജിൽ നിന്ന് പുറത്ത് പോയൊരു കൊച്ച് അവളെ ഇനി ചുനിനാകാം? അവൾ നീ പറഞ്ഞത് കേട്ടോ, ഞാൻ പറഞ്ഞത് കേട്ടോ, ആരും പറഞ്ഞത് കേട്ടില്ല, സ്വന്തം ഇഷ്ടപ്രകാരം പോയല്ലേ. അപ്പം ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു അവളെ പുറത്ത് പോയി അവിടെ ഫൈറ്റ് ചെയ്തു എന്നൊക്കെ നറൂട്ടോ പറയുമ്പോൾ അതൊക്കെ എല്ലാവരും ചെയ്തില്ലേ? ബൊറൂട്ടോ ചെയ്തില്ലേ? എന്തേ ഷിക്കഡായി ചെയ്തില്ലേ? നിങ്ങൾ അബദ്ധമൊന്നും പരിഗണിക്കാതെ സറാഡ എന്തിനാ പരിഗണിക്കുന്നത്? അവളൊന്നും ചെയ്തിട്ടില്ല എന്ന രീതിയിൽ നമ്മളുടെ സാസ്കി പറയണം. അപ്പോഴത്തേക്കും നറൂട്ടോ പറയുന്നത് എന്തായിട്ടാ ഒന്ന് സന്തോഷിക്കണം, ഞാൻ എന്തിനു സന്തോഷിക്കണം, തെറ്റായിട്ടുള്ള ഒരു തീരുമാനം ഒന്നും കൂടെ ആലോചിച്ച് നോക്കാൻ. അപ്പോൾ നറൂട്ടോ ആണെങ്കിൽ നമ്മളുടെ ഷിക്കമാറുവിൻ്റെ മോനായിട്ടുള്ള ഷിക്കഡായുടെ ഫോട്ടോ കൂടെ എടുത്ത് വെക്കുകയാണ്. ഷിക്കഡായി ആണ് കൃത്യമായിട്ട് ചെയ്തേക്കണേ. അവൻ അവിടെ നിന്നും കമ്മ്യൂണിക്കേഷൻ കൊടുത്തു, അവനാണെങ്കിൽ കറക്റ്റായിട്ട് ഗൈഡൻസ് കൊടുത്തു, ടീം വർക്ക് കൊടുത്തു, ഒന്നിച്ച് നിന്നു, ടീമിനെ ഗൈഡ് ചെയ്തു, കറക്റ്റായിട്ട് പ്രോബ്ലം സോൾവ് ചെയ്തു, ടീമിനെ ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റി. ചുണ്ടൽ എക്സാമിലായിക്കോട്ടെ അല്ലാതെ ആയിക്കോട്ടെ ലീഫ് വില്ലേജിന് ഒരുപാട് ഉപകാരം ചെയ്തിട്ടുണ്ട്. നല്ല കൊച്ചാണ്, പറഞ്ഞാൽ കേൾക്കും, അത്യാവശ്യം നല്ല രീതിയിൽ അക്കാഡമിക്കലി പെർഫോം ചെയ്യും. ഇതിലെ വലിയ സംഭവം എന്താണെന്നറിയോ, നമ്മളുടെ ഷിക്കഡായി ആണെങ്കിൽ കൃത്യമായിട്ട് ഞാൻ എൻ്റെ കാര്യമാണ് ചെയ്യാൻ പോകുന്നത്, എൻ്റെ തീരുമാനമാണതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളുടെ ഷിക്കമാറിനെ എല്ലാം അറിയിച്ചതും ആ ഒരു കാര്യം കൊണ്ട് ഇവർക്ക് ഹെൽപ്പ് ചെയ്യാൻ ചെല്ലാൻ പറ്റിയതും ആ ഒരു വലിയ പ്രശ്നം ഒഴിവായതും തുടങ്ങിയ കാര്യങ്ങളാണ്. അതുകൊണ്ട് അവനെ തന്നെ ചുനിനായിട്ട് പ്രൊമോട്ട് ചെയ്യാണ്. മോഗി അങ്ങോട്ടേക്ക് വരികയാണ്. മോഗി വന്നിട്ട് പറയാണ്, ഷിക്കഡായി നീ വന്നതേ ഉള്ളെന്നറിയാം, പക്ഷേ നിനക്ക് ഒരു മിഷൻ ഉണ്ട്. ഷിക്കഡായി ആണെങ്കിൽ അവിടെ വെച്ച് നറൂട്ടോനോട് എനിക്ക് എന്ത് തന്നാലും ചെയ്യും, പക്കയായിട്ട് ചുനിനായിട്ട് നിൽക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ആദ്യം തന്നെ ഒരു ക്യാപ്റ്റൻ മിഷനാണ് വന്നേക്കുന്നത്. അതായത് ഷിക്കഡായി ആണ് ക്യാപ്റ്റനായിട്ട് പോവേണ്ടത്. ടീംമേറ്റ്സ് ആരാന്ന് നോക്കിയാൽ ഇവാബയും വസബിയാണ്. അപ്പം എന്താ മിഷൻ എന്ന് ചോദിച്ചാൽ ഒരു പൂ പറിക്കുക. സിമ്പിള്. അങ്ങനെ അടുത്ത ആരാന്ന് നോക്കിയാൽ നമ്മുടെ ബൊറൂട്ടോയാണ്. 10-15 മിനിറ്റ് താമസിച്ചാണ് വരുന്നത് തന്നെ. അവർ പൂ പറിക്കാൻ പോവാണ്. ഈ പൂപ്പറി മിഷൻ പൂച്ചപ്പിടി മിഷൻ നിന്ന് എന്നെ വിളിക്കരുത്, നീയൊക്കെ ക്യാപ്റ്റനായിട്ട് പൂപ്പറി മിഷൻ പൂച്ചപ്പിടി മിഷനൊക്കെ ഉള്ളോ എന്ന് ബൊറൂട്ടോ ചോദിക്കുകയാണ്. അപ്പം
അപ്പോഴാണ് ആ മിഷൻ്റെ സീരിയസ്നെസ് ഷിക്കഡായി പറയുന്നത്. ഗെക്കോറാൻ എന്ന് പറയുന്നൊരു പൂ പറിക്കണം, അത് 4 വർഷത്തെ ഒരിക്കൽ മാത്രമേ പൂക്കത്തുള്ളൂ, അതും 1 2 മാത്രം, റെയർ. അതുകൊണ്ട് പറിക്കാൻ കുറേ ആൾക്കാർ വരും, ഒരുപാട് മോഷ്ടിക്കാനുള്ള ആൾക്കാർ വരും. ഈ മലയുടെ എവിടെയാണത് പൂക്കാന്ന് പോലും അറിയത്തില്ല. അതിനായിട്ട് ഇനി എന്ത് ചെയ്യും, എങ്ങനെ അറിയും എന്ന് ചോദിച്ചാൽ അതിനായിട്ടാണ് ടോൺസുക്കെ നമ്മളുടെ കൂടെ വരാൻ പോകുന്നത്. ടോൺസുക്കെ ആരാന്ന് നോക്കിയാൽ ഒരു പിഗ്, അപ്പോൾ ഒരു പന്നിക്കുട്ടി. അതിനെ കൂടെ ഞാൻ ഇനി സഹിക്കണമെന്ന് ബൊറൂട്ടോ ഇവാബയും ചോദിക്കുകയാണ്. എനിക്കൊന്നും പറ്റത്തില്ലെന്ന് പറയുമ്പോൾ തന്നെ എന്തെയാണ് നമ്മളുടെ ഷിക്കഡായി കുറച്ച് ഒരു പെറ്റ് ഫുഡ് എടുത്ത് കൊടുക്കുകയാണ്, പിഗ് ഫുഡ് ആണ്. നമ്മളുടെ വിസ്കിൻസ് പോലെയോ പെഡിഗ്രി പോലെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതെടുത്ത് കൊടുക്കുകയാണ്. അതെടുത്ത് കഴിച്ചതുമ്പോൾ സന്തോഷമായി എന്ന് പറഞ്ഞ് തുള്ളിച്ചാടി ഇവാബയുടെ തലമണ്ടയ്ക്ക് കയറി ഇരുന്ന് സുഖമായിട്ട് ഇറങ്ങാൻ തുടങ്ങാണ്. എനിക്ക് പറ്റത്തില്ല, ഇതിനെ കൊണ്ട് പോകാൻ, ഇറക്കി വിടുക എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് ഇറങ്ങുന്നില്ല, അങ്ങനെ കൊണ്ട് പോവാണ്. അത് സ്വപ്നം കണ്ട് പേടിക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് അലറി കരയുന്നുണ്ട്, അങ്ങനെ പല പ്രശ്നങ്ങൾ. അങ്ങനെ നമ്മളുടെ ഇവാബയും വസബിയും നോക്കുമ്പോൾ അടുത്ത് കുറുക്കന്മാർ. ആ കുറുക്കന്മാരെ കണ്ട് ഇത് ഓടടാ ഓട്ടം, ഇതിനെ പിടിക്കുക ഇവന്മാരോട്ടം. അങ്ങനെ നമ്മളുടെ പിള്ളേർ അതിനെ പോയി പിടിക്കുന്നുണ്ട്. ലാസ്റ്റ് കുറുക്കന്മാരെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടോ എന്ന് ചോദിച്ചാൽ അത് പെട്ടു, എന്നാലും വേറൊരു സ്ഥലത്ത് പെട്ടു. എവിടാന്ന് വെച്ചാൽ ഒരു പാലം കടക്കാനായിട്ട് വസബിയും അതുപോലെ തന്നെ ഇവാബയും കൂടെ ഫൈറ്റ്. നമുക്ക് നമ്മളുടെ പന്നിക്കുട്ടിയെ ടോൺ എന്ന് വിളിക്കാം. ടോണിനാണെങ്കിൽ കുറുക്കന്മാരെ കണ്ടുകൊണ്ട് തന്നെ പാലം കിടക്കാൻ നല്ല പേടിയാണ്. അപ്പോഴത്തേക്കും ഇവാബയുടെ തലയ്ക്ക് കയറിയിരിക്കുന്ന അവനെ ഇവാബ എടുത്ത് എറിഞ്ഞുകൊണ്ടാണ് പെരുമാറുന്നത്. കാരണം വസബിയായിട്ട് അത്ര ഫൈറ്റാണ്. അങ്ങനെ ഒരു പാലത്തിൽ വെച്ച് ഫൈറ്റ് ഉണ്ടാക്കുമ്പോൾ പാലം കുലുങ്ങി നമ്മൾ ടോൺ ചാടിപ്പോവാണ്. ടോണിനെ പിടിച്ചു നിർത്തുന്നത് തന്നെ ബൊറൂട്ടോയാണ്. പിന്നെയും ടോണിനെ സേഫായിട്ട് നോക്കുന്നുണ്ട്. അപ്പോഴത്തേക്കുമാണ് കുറച്ച് കള്ളന്മാരങ്ങോട്ടേക്ക് വരുന്നതും ഒരു ഗ്രില്ല് യൂസ് ചെയ്ത് നമ്മളുടെ ഷിക്കഡായുടെ കാലിൽ പരിക്ക് പറ്റുന്നത് കേട്ടോ. അതൊരു ട്രാപ്പായിരുന്നു. അതിൽ നിന്നും ടോണും അതുപോലെ തന്നെ ബൊറൂട്ടോയും ഷിക്കഡായും എസ്കേപ്പ് ആയിട്ടുണ്ടായിരുന്നു. അവർക്ക് ഉന്നം വെച്ചിട്ടായിരുന്നു. അതുപോലെ തന്നെ ഇവാബയും വസബിയും ആ കള്ളക്കാരെ അറ്റാക്ക് ചെയ്യാൻ പോയതുകൊണ്ട് തന്നെ അവരതിൽ പെടുന്നില്ലായിരുന്നു. ലാസ്റ്റ് നമ്മളുടെ ബൊറൂട്ടോയാണ് പോയിട്ട് എന്ത് ചെയ്യുന്നത്, ടോണിനെ പിടിക്കാൻ പോകുന്നത്. ടോണിനെ എങ്ങനെയോ പിടിച്ചെടുത്തിട്ട് വരികയാണ്. നമ്മളുടെ ഷിക്കഡായുടെ കാലിന് നല്ല രീതിക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇതൊന്നും കാണാതെ ഇവാബയും വസബിയും നല്ല ഫൈറ്റാണ്. ഇത് ഷിക്കഡായി കാരണമായിട്ടാണ് ഇവർ പ്രശ്നം ഉണ്ടാക്കിയത്. ആ കള്ളന്മാരിൽ പോയതും ടോൺ പോയതും എല്ലാം ഷിക്കഡായി കാരണമാണെന്ന് പറയുമ്പോൾ ഷിക്കഡായി ഒറ്റയ്ക്ക് പോകാൻ തീരുമാനിച്ചു. ഒറ്റയ്ക്ക് പോവാണ്. വസബിയും അതുപോലെ തന്നെ നമ്മളുടെ ഇവാബയും വരാൻ പോലും കൂട്ടാക്കുന്നില്ല. ബൊറൂട്ടോയാണ് കൂട്ടിന് പോകുന്നത്. നടന്നിട്ട് പോകുമ്പോഴും നിനക്ക് ഒട്ടും കാലി മേല, ഇവാബേനെ വിളിക്കായിരുന്നു, അവൻ 2000 കൂടെ എളുപ്പത്തിൽ പോയായിരുന്നു എന്നൊക്കെ ബൊറൂട്ടോ പറയുമ്പോൾ അതൊന്നും കേൾക്കാൻ പോലും നമ്മളുടെ ഷിക്കഡായി തയ്യാറേ അല്ല. ടോണിനെ കൊണ്ട് പോകുമ്പോൾ ടോൺ ഒരു സ്ഥലത്ത് പോയി കുമിള് തിന്നാണ്. ഈ ടോൺ അത് തിന്നുന്നില്ലല്ലോ എന്ന് പറഞ്ഞെടുത്ത് നോക്കിയാൽ അത് ടോണേ അല്ല. കാരണം ടോണിന്റെ നെഞ്ചത്ത് മൂക്കിന്റെ പാടുണ്ട്, ബർത്ത് മാർക്കുണ്ട്. ഈ കാര്യം നമ്മളുടെ ബൊറൂട്ടോനോടും ഷിക്കഡായി പറയുന്നുണ്ട്. ഇത് കേട്ടപാടെ ഇവർ രണ്ടുപേരും ആ ഒരു കള്ളന്മാർ പോയ ദിശയിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ പോയി നോക്കുമ്പോഴാണ് കാണുന്നത് അവന്മാരുടെ കയ്യിലാണ് ടോൺ ഇരിക്കുന്നത്. ടോൺ ഇങ്ങനെ റിഷ്കിനെ ആക്ഷൻ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന്മാരാണെങ്കിൽ അതിനെയും കൊണ്ട് ആ ഒരു പാലത്തിന്റെ അപ്പുറത്തെ വശം പോയിട്ട് അത് പൊട്ടിച്ചു കളഞ്ഞിട്ട് പോകാൻ തുടങ്ങുകയാണ്. അപ്പോൾ അത് കടക്കാനായിട്ട് ഇനി ബൊറൂട്ടോ എന്താണ് ക്ലോൺസിനെ യൂസ് ചെയ്ത് അതിൽ ചാടാനൊക്കെ നോക്കുകയാണ്. വസബിയും ഇവാബയും ഇനിയിപ്പോൾ അവ ഒറ്റയ്ക്ക് പോയതും ഇതായി പോയോ, അവൻ്റെ കാല് വയ്യേ, എന്താ പ്രശ്നമെന്ന് അറിയാൻ വേണ്ടി നോക്കുമ്പോൾ അവിടെ രക്തം കാണാണ്. അപ്പോൾ മനസ്സിലായി, ഓ ഷിക്കഡായുടെ കാലിതി കുരുങ്ങിയിട്ട് പ്രശ്നമായിട്ടുണ്ടെന്ന്. ഇവാബെ പറയുന്നുണ്ട് ഈ ലോകത്തെ ഏറ്റവും വലിയ പൊട്ടൻ ആരാന്നറിയോ, അത് വേറെ ആര്, ആ ഒരു ഷിക്കഡായി ആണെന്ന്. നമ്മളുടെ ബൊറൂട്ടോ ആണെങ്കിൽ ക്ലോൺസിനെ യൂസ് ചെയ്ത് ചാടി അപ്പുറത്ത് പോകാൻ നോക്കിയെങ്കിലും അതൊക്കെ പൊട്ടിച്ച് വീഴാണ്. കാരണം അത്രയ്ക്കും സ്ട്രെങ്ത് ബൊറൂട്ടോയ്ക്ക് ഇല്ല. ഇപ്പോൾ സഹായിക്കാനോ പ്ലാൻ പറയാനോ പോലും ആരുമില്ല. നമ്മളുടെ ഷിക്കഡായിക്കാണെങ്കിൽ തീരെ മേല, കാല് വയ്യ. ഇനി ചാടിപ്പോവാനാണെങ്കിൽ ബൊറൂട്ടോയ്ക്ക് പറ്റും, ഷിക്കഡായിക്ക് പറ്റത്തില്ല. ഷിക്കഡായിനെ കൊണ്ടുപോകാനാണ് പാടെന്നും പറഞ്ഞ് നിൽക്കുമ്പോൾ ഷിക്കഡായി എന്ത് ചെയ്യാണ്, ചാടിപ്പോവാൻ നോക്കുമ്പോൾ ഇവാബയാണെങ്കിൽ അവിടെ പാലം പണിഞ്ഞു കൊടുക്കുകയാണ്. വസബിയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവരെല്ലാവരും കൂടെ അവിടേക്ക് പോവാണ്. പരസ്പരം സോറിയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ടോണിനെ എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് നോക്കിയാൽ ടോൺ തന്നെ കരയാൻ തുടങ്ങാണ്. വിശന്നിട്ട് അലറിക്കാറി കൂവി കരയാതെ പന്നിക്കുട്ടി എന്ന് പറഞ്ഞ് ഇവർ കൊണ്ടുപോവാണ്. അതൊന്നും ടോണിന് ഒട്ടും പിടിക്കാതെ പിന്നെയും കരയാണ്. ടോൺ ചാടി ഇറങ്ങി ഓടുവാണ്. ഒരു സ്ഥലത്ത് ചെന്ന് എന്തോ ഒന്ന് കഴിക്കുകയാണ്. അയാൾ ചെന്ന് നോക്കുമ്പോഴത്തേക്കും കാണാം അവിടെ ടോണിൻ്റെ ഫുഡ് ഇരിക്കുന്നു. ഇത് എങ്ങനെ വന്നതെന്ന് ചോദിച്ചാൽ വസബിയുടെ ആ ഒരു ക്യാറ്റ് ക്ലൗ ഇല്ലേ, അത് യൂസ് ചെയ്താണ്. അത് കൃത്യമായിട്ട് സൗണ്ട് കേൾക്കാൻ പറ്റും, പൂച്ചകളെ പോലെ. അങ്ങനെ ഇപ്പോൾ ടോൺ എന്താ കഴിക്കുന്നതെന്നും പറഞ്ഞ് അയാൾ എടുത്ത് നോക്കിയാൽ അത് നമ്മൾ ടോണിൻ്റെ ഫുഡ് തന്നെയാണ്. ആ ഒരു സമയത്ത് ഷിക്കഡായി ആണെങ്കിൽ അവനെ പിടിക്കുന്നുണ്ട്. ആ ഒരു പൂവും അവർ പറിക്കുന്നുണ്ട്. തിരിച്ച് വില്ലേജിലേക്ക് വരുമ്പോൾ മോഗി പറയാണ് ഇതൊരു ടെസ്റ്റ് മിഷൻ ആയിരുന്നു, അതായത് നമ്മളുടെ ഷിക്കഡായിക്ക് കൊടുത്തൊരു ടെസ്റ്റ് മിഷൻ, ഞങ്ങൾ നല്ലോണം കോപ്പറേറ്റ് ചെയ്തോ എന്നും പറഞ്ഞ് ഇവരും നമ്മളുടെ ഷിക്കഡായിയുടെ കൂടെ നിൽക്കുകയാണ്.
അതായത് ഷിക്കഡായി എത്ര ഭംഗിയായിട്ട് അത് ചെയ്യും, ക്യാപ്റ്റൻ എന്ന ഡ്യൂട്ടി എത്ര ഭംഗിയായിട്ട് ചെയ്യും എന്ന് നോക്കാൻ വേണ്ടി കൊടുത്തതായിരുന്നു. എന്നിട്ട് അടുത്ത ദിവസം കാണിക്കുകയാണ് നമ്മളുടെ സരാടെ സ്ട്രീറ്റിൽ കൂടി നടന്നു പോകുമ്പോൾ ബൊറൂട്ടോടെ അലർച്ചയാണ് നിൽക്കുന്നത്. എനിക്ക് ഇന്ന് കിട്ടിയ കാർഡ് ഇത്ര എണ്ണം, അയ്യോ ഇത് ഇത്ര എണ്ണം, അത് ഇത്ര എണ്ണം, ചന്ത എന്നും പറഞ്ഞിട്ടാണ് ഈ ചെറുക്കം കിടന്ന് ബഹളം വെക്കുന്നത് നാട് റോട്ടില്ലേ എന്നും പറഞ്ഞ് നമ്മളുടെ സരാടെ നോക്കുമ്പോൾ അവൻ്റെ കയ്യിൽ കുറച്ച് പാക്കറ്റ്സ് ഇരിക്കുകയാണ്. അതൊന്നും പൊട്ടിച്ചിട്ട് കൂടിയില്ല. അതിനകത്ത് എന്താടാന്ന് ചോദിക്കുമ്പോൾ ഇതാണ് കാർഡ്സ്, ഈ കാർഡ്സ് വെച്ചിട്ട് നമുക്ക് ഫൈറ്റ് ചെയ്യാം. കിബയുണ്ട്, അക്കമാറും ഉണ്ട്, നറൂട്ടോ ഉണ്ട്, എല്ലാവരും ഉണ്ട്, നമ്മുടെ എല്ലാ നിഞ്ചാസും ഉണ്ട് എന്ന രീതിയിൽ പറയാണ്. അങ്ങനെ ഒരെണ്ണം പൊട്ടിക്കുമ്പോൾ പിന്നെയും ബൊറൂട്ടോയ്ക്ക് നമ്മളുടെ നറൂട്ടോ, എനിക്ക് ഇയാളെ കൊണ്ട് തോറ്റി, എൻ്റെ കയ്യിൽ ഇതൊരു ഡസൻ അങ്ങനെ ഉണ്ട്, എൻ്റെ ഒരു പെട്ടി നിറയെ നറൂട്ടോയാണ്, എനിക്ക് മാത്രം എന്താണ് നറൂട്ടോ കിട്ടുന്നത് എന്ന രീതിയിൽ ബൊറൂട്ടോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് പറഞ്ഞ് കൊള്ളൂലാത്തൊന്നൊന്നും അല്ല കേട്ടോ, ഇത് ഭയങ്കര റെയർ ആയിട്ടുള്ളതാണ്, എല്ലാവരും കിട്ടാനായിട്ട് നോക്കിയിരിക്കുന്ന ഒന്നാണ്. ബൊറൂട്ടോയ്ക്ക് മാത്രം എന്താണോ എന്തോ അത് മാത്രം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അവൻ്റെ മുഖഭാവം നോക്ക്. അപ്പോഴത്തേക്കും നമ്മളുടെ ബൊറൂട്ടോ ആണെങ്കിൽ നിനക്ക് എന്താ കിട്ടിയെന്ന് നമ്മൾ ചോദിക്കുകയാണ്. അവിടെ കിബേനെ കിട്ടിയ ആൾക്കാരുണ്ട്, വേറെ നമ്മുടെ പല നിഞ്ചാസിനെയും കിട്ടിയവരുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ഇതിനകത്ത് നോക്കുമ്പോൾ നമ്മളുടെ ഷിനോ അതിലേ പോവാണ്. അപ്പോൾ ഷിനോ ചോദിക്കുന്നുണ്ട് എൻ്റെ ഫോട്ടോ ഇല്ലേ, ഞാൻ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഷിനോ ഇല്ല കേട്ടോ. ഷിനോനോട് അത് പറയുമ്പോൾ എനിക്ക് സങ്കടമൊന്നുമില്ല, സാരമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഷിനോ പോവാണ്. അതിന് ബൊറൂട്ടോയ്ക്കും ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട്. ഇത്രയും നല്ലൊരാളുടെ പേര് കാർഡിലില്ലേ എന്നും പറഞ്ഞിട്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും പരതാണ്. ആരുടെ കയ്യിലും ആ ഒരു കാർഡില്ല, ഇതുവരെ ഒരു എഡിഷൻ ഇറങ്ങിയിട്ടില്ലെന്നാണ് അവരറിഞ്ഞത് വെച്ചിട്ടും. അങ്ങനെ നേരെ നമ്മളുടെ ഡെങ്കിയുടെ അടുത്തേക്ക് പോവാണ്. നമ്മളുടെ ക്യാമറാനിമോൺ കമ്പനിയാണ് ഇതും സ്പോൺസർ ചെയ്യുന്നത്, അതായത് ഇതും അവരാണ് ഇറക്കുന്നത്. അപ്പോഴത്തേക്കും അവരോട് തന്നെ പോയി സംസാരിക്കാമെന്ന് പറഞ്ഞാൽ ഡെങ്കിയുടെ അച്ഛനോട് പോയിട്ട് കാര്യം പറയാണ്. അങ്ങനെ അയാൾ ലിസ്റ്റ് എടുത്ത് കാണിക്കുകയാണ് ആരുടെയൊക്കെ പേരുണ്ട് എന്നത്. അത് കണ്ട് ലീ കരച്ചിൽ തുടങ്ങാണ്. അതായത് നമ്മുടെ റോക്ലിയുടെ പേരും അതിനകത്തില്ല. എൻ്റെ അച്ഛൻ്റെ പേരില്ലേ, എൻ്റെ അച്ഛൻ എത്ര ആളാണെന്നറിയോ, നമ്മളുടെ ഇതിൽ തന്നെ ഒരു ബ്ലൂ ബീസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ അതെൻ്റെ അച്ഛനല്ലേ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കരച്ചില്. അത് കണ്ടിട്ട് ഡെങ്കി പറയാണ് അങ്ങനെ എല്ലാവരുടെ പേരൊന്നും വെക്കാൻ പറ്റത്തില്ല, ആൾക്കാർക്ക് ആവശ്യം ആരാണോ അവരുടെ പേര് മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് വെക്കണമെങ്കിൽ നിങ്ങളൊരു പോൾ നടത്തുക, അല്ലാതെ ഒരാളുടെ പേര് ഒന്നെങ്കിൽ നമ്മളുടെ ലീയുടെ അച്ഛൻ്റെ പേര് അല്ലെങ്കിൽ ഷിനോ മാസ്റ്ററിൻ്റെ പേര്, രണ്ടിലാരുടെങ്കിലും ഒരാളുടെ പറ്റുമെന്ന്. നമ്മുടെ ബൊറൂട്ടോ ആണെങ്കിൽ ഷിനോടെ വേണമെന്ന് പറയണേ, ലീ ആണെങ്കിൽ നമ്മളുടെ റോക്ലിയുടെ വേണമെന്ന് പറയണം. രണ്ട് പേരും കൂടെ പൊരിഞ്ഞാടി. ഇപ്പോൾ അവിടെ ഒരു ഗ്യാങ് ഫൈറ്റ് തന്നെ നടക്കും എന്ന മട്ടിൽ പോവാണ്. പൊരിഞ്ഞ തീയിൽ നിൽക്കുന്നത്. എന്താടാ ഇവിടെ പ്രശ്നമെന്നും പറഞ്ഞിട്ട് നമ്മളുടെ ഷിക്കഡായി നിൽക്കുകയാണ്. അങ്ങനെ വോട്ടിംഗ് സമയം വെക്കുകയാണ്, വോട്ട് ചെയ്യാൻ തുടങ്ങുകയാണ്. ആൾക്കാർ വന്നിട്ട് ഓരോരുത്തരുടെ പേര് ടിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൽ പോപ്പുലർ നമ്മളുടെ റോക്ലിയാണ് കേട്ടോ. ഷിനോനെ അത്ര പേർക്ക് അറിയത്തില്ല, അതുകൊണ്ട് തന്നെ നമ്മളുടെ ബൊറൂട്ടോ ഒരുപാട് പബ്ലിസിറ്റി കൊടുക്കുന്നുണ്ട്. പടം വരച്ച് കൊണ്ടുപോയി കൊടുത്ത് ചിലവാക്കാണ്. ആൾക്കാർക്കെല്ലാം പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. നല്ലൊരു മാസ്റ്ററാണ്, അങ്ങനെ പഠിപ്പിക്കും ഇങ്ങനെ പഠിപ്പിക്കും, കണ്ണാടിയിട്ട് പഠിപ്പിക്കും, എന്നോ സ്റ്റൈലാണെന്നറിയോ, എന്നോ സൂട്ടാണെന്നറിയോ, കുഞ്ഞു കൊച്ചുങ്ങളെ പോലത്തെ സ്വഭാവമാണ്, നിഷ്കളങ്കനാണ്, സൽസ്വഭാവിയാണ്, സുന്ദരനാണ്, സുമുഖനാണ്, ഇത്രയാണ് ഒക്കെ നാളെ ഇത് ഇത്ര വയസ്സെന്നൊക്കെ പറഞ്ഞപ്പോൾ പെണ്ണാലോചിക്കുന്ന പോലെയാണ്. അപ്പോഴാണ് അവിടെ ഒരു ട്രെയിൻ വരുന്നത്. അതിൽ നോക്കുമ്പോൾ നമ്മുടെ റോക്ലിയുടെ പടം വരുന്നത് മെറ്റലിയും വന്ന് ഭയങ്കര പബ്ലിസിറ്റി. ഈ ട്രെയിനാണെങ്കിൽ ഡെങ്കിയുടെയാണ്. അത് നിന്നെ സമ്മതിച്ചോ എന്ന് ചോദിച്ചാൽ ഡെങ്കിയും അങ്ങോട്ട് വരാണ്. ഡെങ്കി പറയാണ് എൻ്റെ കമ്പനിയാണ് യഥാർത്ഥത്തിൽ ആ ഒരു മത്സരം നടത്തുന്നത്. ഞാൻ പേഴ്സണലി നമ്മളുടെ റോക്ലി ഫാനാണ്. കാരണം എനിക്ക് ജംപ് സ്യൂട്ട് തന്നു, പിന്നെ നല്ലൊരു ട്രെയിനിങ് ഒക്കെ തന്നു. ടൈജിറ്റ്സുവിലെ പോലെയല്ലേ, എനിക്ക് വീക്ക്നെസ്സും ടൈജിറ്റ്സും അല്ലേ എന്ന രീതിയിൽ പറഞ്ഞാൽ അവൻ നൈസിന് അപ്പുറത്ത് കയറുകയാണ്. അവൻ്റെ രുപ്പും ഭാവവും കണ്ട് ബൊറൂട്ടോ തന്നെ അമ്പരന്ന് പോവുകയാണ്. അങ്ങനെ ഇവർ ഭയങ്കര രീതിയിൽ റോക്ലിക്ക് പബ്ലിസിറ്റി കൊടുക്കുകയാണ്. റോക്ലിയുടെ പേര് കേൾക്കുമ്പോഴും ആൾക്കാർക്ക് ഫെമിലിയർ ആണ്, അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. എന്നിട്ട് നമ്മൾക്ക് വോട്ടിൻ്റെ പോൾ റിസൾട്ട് വരെയാണ്. അന്ന് കാണിക്കാണ് റോക്ലി ഒരുപാട് മുന്നിലാണ് നമ്മളുടെ ഷിനോനേക്കാളും. ഷിനോയ്ക്ക് തീരെ വോട്ടില്ല, കാരണം ഷിനോ പോപ്പുലർ അല്ല. അതുകൊണ്ട് തന്നെ റോക്ലിയുടെ പേര് കാർഡിൽ വെക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. ഇനിയും ജനങ്ങൾക്ക് പബ്ലിസിറ്റിയാണ് ആവശ്യം. ഇനി പബ്ലിസിറ്റി മാറിയാലും കാർഡിലെ പേര് മാറുമല്ലോ എന്ന് തീരുമാനിച്ച ബൊറൂട്ടോ എന്തോ ഒന്ന് തീരുമാനിച്ചു പോകുന്നുണ്ട്. നമ്മളുടെ ഡെങ്കിയോട് ഇനി ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ എന്ന് ചോദിക്കുകയാണ് നമ്മളുടെ ലീ. അപ്പോഴത്തേക്കും നമ്മളുടെ ഡെങ്കി പറയാണ് ഇനി ചിലപ്പോൾ പെട്ടെന്ന് പബ്ലിസിറ്റി മാറിയാൽ പേര് മാറ്റേണ്ടി വരും എന്ന രീതിയിൽ പറയാണ്. നോക്കിയാൽ നമ്മളുടെ ബൊറൂട്ടോ അത് മാറ്റാൻ വേണ്ടിയിട്ട് ഷിനോയുടെ ഫേസ് കാർവ് ചെയ്തല്ല ബിൽഡ് ചെയ്ത് കൊണ്ടുവരാണ്. റോക്ക് വെച്ചിട്ട് ഇവാബേനെ വെച്ചിട്ട് അതിന് കമ്മീഷനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു നമ്മളുടെ ബൊറൂട്ടോ നറൂട്ടോയുടെ കാർഡ് കൊടുക്കുകയാണ്. അത് ഒരുപാടുണ്ടല്ലോ. ഇവാബ ആണെങ്കിൽ എന്താ ആവശ്യം എന്താണെന്ന് ചോദിക്കാതെ അത് കിട്ടിയത് കൊണ്ട് തുള്ളിച്ചാടി ഓടിപ്പോവാണ്.
കാരണം ഇബാബെ കട്ട നറൂട്ടോ ഫാനാണ്. എന്താണോ എന്തോ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല നമ്മളുടെ ബൊറൂട്ടോയുടെ ഭാഗത്തുനിന്ന്. എനിവേ അത് കൊടുത്തതുകൊണ്ട് തന്നെ ഇബാബെ അത് ചെയ്ത് കൊടുക്കുകയാണ്. കാര്യം തിരക്കുമ്പോൾ കാര്യം പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളുടെ മെറ്റൽ അങ്ങോട്ടേക്ക് വരികയാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഫേസ് പിന്നെ നമ്മളുടെ മെറ്റൽ എന്ത് ചെയ്യുന്നുണ്ട്, കാർവിങ് മാറ്റി നമ്മളുടെ ലീനെ പോലെ ആക്കുന്നുണ്ട്. മെറ്റൽ അങ്ങനെ ചെയ്യുന്നുണ്ട്, നമ്മളുടെ ബൊറൂട്ടോ തിരിച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇങ്ങനെ ചെയ്ത പാറ ഇപ്പോൾ ഒരു കുഞ്ഞ് കല്ല് കഷ്ണം ആക്കും വരുന്ന രീതിയിൽ പോവാണ്. രണ്ടുപേരും പൊരിഞ്ഞ ഫൈറ്റ് പോവാണ്. ലാസ്റ്റ് ഇടിക്കാനായിട്ട് പോകുമ്പോൾ പിടിച്ചു നിർത്താണ് അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും കൈ. ബൊറൂട്ടോനെ ഷിനോയും നമ്മളുടെ മെറ്റൽ ലീയും പിടിച്ചു നിർത്താണ്. എന്നിട്ട് പറയാണ്, ഞങ്ങളെ വെച്ചിട്ട് നിങ്ങൾ ഫൈറ്റ് ചെയ്യണം, ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ്, ഞങ്ങളെ വെച്ചിട്ട് ഈ കാർഡിൻ്റെ പേരിലൊക്കെ ഫൈറ്റ് ചെയ്താൽ ഞങ്ങൾക്കത് വലിയ നാണക്കേടാണ്, ഇമ്മാതിരി കാര്യം കൊണ്ട് ഇറങ്ങിയേക്കരുത്, ചൈൽഡിഷ് ആവരുന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഉപദേശിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്തൊരു വീട് കത്താണ്. അങ്ങനെ നമ്മളുടെ രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്ത് ഒരു കാര്യം ഒന്നും പറയുന്നില്ല, ജസ്റ്റ് ആക്ട് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. നമ്മുടെ ലീ ആണെങ്കിൽ ഒരു വലിയ പാറ ഒരു കാർ ചെയ്ത് വെച്ചിട്ടില്ല, അത് ചവിട്ടി വിടുകയാണ്. അത് പോയി അടിച്ച് വെള്ളത്തിൽ തട്ടി വെള്ളം വീണ ആ തീയണയാണ്. അവിടുന്ന് രക്ഷിക്കാനായിട്ട് ബക്സിനെ പറഞ്ഞു വിടുകയാണ്. അതേ സ്പോട്ടിൽ തന്നെ നമ്മളുടെ ഷിനോയും. അങ്ങനെ ബക്സിനെ വെച്ച് അവർ തീ അണഞ്ഞ സമയത്ത് തന്നെ കൊച്ചിനെ രക്ഷിച്ചു. അതുകൊണ്ട് തന്നെ കൊച്ചിന് വലിയ പരിക്കില്ലാതെ രക്ഷപ്പെടാൻ പറ്റും. എത്ര നല്ല ടീം വർക്ക് പറയാതെ ചെയ്തു. അവരിങ്ങനെ ആകുമ്പോൾ അവരുടെ സ്റ്റുഡൻസും ഇങ്ങനെ ആവണ്ടേന്നും പറഞ്ഞ് ഇവന്മാർ മുഖത്തോട് മുഖം നോക്കുന്നുണ്ട്. പ്രശ്നം കോംപ്രമൈസ്. അടുത്ത പ്രാവശ്യം കാർഡ് ഇറങ്ങുമ്പോൾ അതിൽ നമ്മളുടെ ലീയുടെ പേരാണ്. നോക്കുമ്പോൾ ഷിനോയുടെ പേരുണ്ട്. അതെങ്ങനെ രണ്ടുപേരുടെ പേരും ചോദിച്ച് നിൽക്കുമ്പോൾ ടെങ്കി പറയാണ്, ഇപ്പോൾ രണ്ടുപേരും ആൾക്കാർക്ക് ഒരുപാട് ഫെമിലിയറാണ്, പോപ്പുലറാണ്, അപ്പോൾ അവരുടെ കാർഡിന് നല്ല ഡിമാൻഡുണ്ട്, അതുകൊണ്ടാണ് വെച്ചതെന്ന്. അതിനുശേഷം കാണിക്കുന്നത് കക്കാഷിനെയാണ്. കക്കാഷി ആണെങ്കിൽ സായിയുടെ അടുത്ത് പോകുമ്പോൾ സായി ഒരു സ്ഥലത്ത് റെഡ് സ്പോട്ട് മാർക്ക് ചെയ്തേക്കാണ്. അതായത് ബോംബ് വെക്കും എന്ന ഒരു ഭീഷണി ആ ഒരു സ്ഥലത്തുണ്ട്. അവിടെ ഏത് ടീമാ മിഷൻ എന്ന് ചോദിക്കുകയാണ്. ടീം 25 ഹോക്കി ഹക്കോ റൈഗ. അപ്പോൾ അവരാണ് അവിടെ ഉള്ളത് എന്ന് പറയാണ്. അതൊരു കൊറിയർ സർവീസ് സ്ഥലമാണെന്നും പറയാണ്. അതുകൊണ്ട് തന്നെ കക്കാഷി എന്ത് ചെയ്യാണ്, കക്കാഷി തന്നെ സുക്കിയ വേഷത്തിൽ പോകാനുള്ള കാരണം ഈ ടീം 25 പറ്റി അത്ര നല്ല അഭിപ്രായമല്ല, എന്നാലും പിള്ളേർ നല്ല പിള്ളേരായിരിക്കും എന്നും പറഞ്ഞിട്ടാണ് കക്കാഷി പോകുന്നത്. അതിൽ ഹോക്കി ഹക്കോ എന്ന് പറയുന്ന പെണ്ണിനെയാണ് ആദ്യം കാണിക്കുന്നത്, പിന്നീട് റൈഗ, പിന്നീട് ഹോക്കി. ഹക്കോ അവിടെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റൈഗ ഒരുപാട് സാധനങ്ങൾ ഒന്നിച്ചെടുത്തുകൊണ്ട് വരികയാണ്. ഹോക്കി അങ്ങനെ ചെയ്യരുതെന്ന് പറയാണ്. ലാസ്റ്റ് ഹോക്കി അങ്ങനെ പറഞ്ഞത് കൊണ്ട് ഹക്കോ അത് കളഞ്ഞിട്ട് വരാണ്. റൈഗയുടെ കയ്യിൽ നിന്ന് സാധനം താഴെ പോകാൻ ആകെ പ്രശ്നമാണ്. ഇത് കണ്ടുകൊണ്ടാണ് കകാഷി അങ്ങോട്ടേക്ക് വരുന്നത്, അല്ല സുക്കിയ അങ്ങോട്ടേക്ക് വരുന്നത്. ടീം 25 ഇതാണ് ടീം 25ൻ്റെ ഇപ്പോഴത്തെ ദാരുണ അവസ്ഥ എന്ന് നമ്മളുടെ സുക്കിയയ്ക്ക് മനസ്സിലാവാണ്. അങ്ങനെ സുക്കിയ നിൽക്കുമ്പോൾ തന്നെ ഇവന്മാരെ പിടിച്ചിട്ട് ഉരുട്ടാണ് അവിടുത്തെ കൊറിയർ ഓഫീസിലെ സ്റ്റാഫ്. കാരണം ഇവന്മാരെ കാരണം ഇല്ലാത്ത പൊല്ലാപ്പില്ല. കാരണം എല്ലാ പ്രാവശ്യവും ഇങ്ങനെ തന്നെ ഇവന്മാരെ കാരണം നിവർത്തിയില്ല. ഇവന്മാരൊന്നും അപ്ഡേറ്റ് ആവോ ഇല്ല, ഒന്നും ഉപകരിക്കുകയോ ഇല്ല. ഉപകരിച്ചിരുന്നെങ്കിൽ അപ്ഡേറ്റ് ആയെന്ന് പറഞ്ഞ് വേറെ സ്ഥലത്ത് വിടായിരുന്നു. ഇവിടെ തലവേദന കൊല്ലം കാരണം നിൽക്കാൻ വയ്യെന്ന് പറയാണ്. ഇവിടെ ഹക്കോയും അതുപോലെ തന്നെ റൈഗയും നമ്മുടെ റെങ്കണ്ണനും കൂടെ എന്ത് ചെയ്യാണ്, അവിടെ നിന്ന് പോവാണ്. ഹോക്കി ഒറ്റയ്ക്കാവാണ്. അവൻ എങ്ങനെ അവരെ ബാലൻസ് ചെയ്ത് നിർത്തണമെന്ന് അറിയത്തില്ല. അപ്പോൾ കക്കാഷി അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോഴാണ് ഈ ഒരു നമ്മളുടെ ഹക്കോയും അതുപോലെ തന്നെ റെങ്കണ്ണനും കൂടെ അവിടെ നിന്ന് നമ്മളുടെ ഹോക്കീനെ ഒറ്റയ്ക്കാക്കി പോകുന്നത്. കാരണം അവർക്ക് ഹോക്കിയുടെ കൂടെ നിൽക്കാൻ താല്പര്യമില്ല, ഹോക്കി ഭയങ്കര സെൽഫിഷ് ആണെന്ന് പറഞ്ഞാണ് അവർ പോകുന്നത്. നമ്മളുടെ സുക്കി അങ്ങോട്ടേക്ക് വന്നിട്ട് ചോദിക്കുകയാണ്, നീ ലോർഡ് 6നെ പോലെയാണല്ലോ ഒരുങ്ങിയേക്കുന്നതെന്ന്, അതായത് ഗെറ്റപ്പ്. അതെ, ഞാൻ ഭയങ്കര ഫാനാണ്, അയാളെപ്പോലൊരു സൂപ്പറായിട്ടുള്ള നിഞ്ച വേറെ ഈ ചരിത്രത്തിലില്ല, അയാൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, സ്മാർട്ടാണ്, ഓ നല്ല അടിപൊളിയാണ് എന്ന രീതിയിൽ പറയാണ്. പക്ഷേ ഞാൻ അങ്ങനെയൊന്നും അല്ലെന്ന് പറഞ്ഞ് വിഷമിക്കുകയാണ്. അത്രയൊന്നും അതിനെ പുകഴ്ത്തുണ്ടായിരുന്നു നമ്മളുടെ സുക്കിയെ പറയാണ്. അതിന് താനേതാ, ഞാൻ ലോർഡ് 6നെ പറ്റിയാണ് പറഞ്ഞതെന്ന് പറയാം. അപ്പോൾ സുക്കിയെ പറയണം, അതെ നീ ലോർഡ് 6നെ പറ്റിയാണല്ലേ പറഞ്ഞത്. ഓക്കെ, നീ ഒരു കാര്യം മനസ്സിലാക്കണം, നീ അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. അപ്പുറത്ത് നിൽക്കുന്നവൻ്റെ മനസ്സറിയാൻ ശ്രമിച്ചാൽ ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് ആരോ ഇപ്പോൾ പറഞ്ഞല്ലേ. അപ്പോഴാണ് ഹോക്കി പറയുന്നത്, ഹക്കോ നല്ല ഇൻ്റലിജൻ്റ് ആണ്, അവർക്ക് ഒരു കാര്യം ഗസ് ചെയ്യാൻ പെട്ടെന്ന് മനസ്സിലാവും, അതായത് ഒരു പെട്ടെന്നൊരു കാര്യം ഒബ്സർവ് ചെയ്ത് കണ്ടുപിടിച്ച് പറയും. അതുപോലെ തന്നെ റൈഗ, അവനാണെങ്കിൽ കൃത്യമായിട്ട് സ്ട്രോങ് ആണ്, അവനെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ഒന്നുമില്ല. പിന്നെ എനിക്കാണെങ്കിൽ നല്ല ഒബ്സർവേഷൻ ഉണ്ട്, നല്ല ടീമാണ്, പക്ഷെ പോകുന്നില്ല എന്ന് പറയണത്. അപ്പോഴാണ് അവിടെ ബൊറൂട്ടോയുടെയും സാറായുടെയും സൗണ്ട് കേൾക്കുന്നത്. കൊറിയർ ഓഫീസർ എന്നിട്ടോ എന്ന രീതിയിലൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ അവർ പെട്ടെന്നൊരു സ്ഥലത്തേക്ക് ഓടി കയറി പോവാണ്. അവിടെ നിന്നും കുറേ ബോക്സുകൾ എടുത്ത് നോക്കുകയാണ്. അതിലൊരു ബോക്സ് കൃത്യമായിട്ട് എടുക്കുകയാണ്, അതിനകത്ത് ലേബലൊന്നുമില്ല, അത് പൊട്ടിച്ചിട്ട് ഒരു ടാഗ് ഒട്ടിച്ചിട്ട് അവിടുത്തെ ബോംബ് എന്ത് ചെയ്യാണ്, അതങ്ങ് ഓഫ് ചെയ്ത് കളയാണ്, അതായത് എന്ത് ചെയ്യാണ്, അത് ഡിസ്പോസ് ചെയ്ത് കളയാണ്. അങ്ങനെ ആ ഒരു സംഭവത്തിന് ശേഷം ഇതെല്ലാം ചടപട്ടേന്നായിരുന്നു. നമ്മളുടെ ഹോക്കിയൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്, ഇത് എന്താ ഇവർ ചെയ്തേ, എന്താ ഇപ്പോൾ ഉണ്ടായെന്ന്.
നമ്മുടെ ഹോക്കി മാത്രമല്ല ഹക്കോയും റൈഗയും ഒക്കെയും അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ഇവരുടെ ടീമിൻ്റെ ചുനിന് എവിടെയും ചോദിച്ചാൽ അയാൾക്ക് പരിക്ക് പറ്റിയിട്ടിരിക്കുകയാണ്. അതായത് ക്യാപ്റ്റന് പരിക്ക് പറ്റിയിട്ട് ഇവർ 3 പേരേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള മിഷനൊക്കെ ചെയ്യുന്നത്. അപ്പോഴത്തേക്കും ബൊറൂട്ടോ പറയാണ് ഞങ്ങൾക്ക് അവിടെ നിന്ന് മിഷൻ തന്നതാ, പക്ഷേ നിങ്ങളിവിടെ ഉണ്ടായിട്ട് എന്തിനാണ് ഞങ്ങൾക്ക് ഇവിടുത്തെ മിഷൻ തന്നതെന്ന് അറിയത്തില്ലെന്ന്. അപ്പോൾ തന്നെ നമ്മളുടെ ഹോക്കിക്ക് എന്തോ പോലെ ആവുന്നുണ്ട്. കാരണം മറ്റുള്ളവർ ഇവരെ ഒരു നല്ല ടീമായിട്ട് പോലും പരിഗണിക്കുന്നു. ബൊറൂട്ടോയോട് ഇവർ നന്ദി പറയാണ്. ബൊറൂട്ടോയും സാരാഡയും അതൊന്നും മൈൻഡ് ചെയ്യാതെ കുഴപ്പമില്ല, ഇതൊന്നും സാരമില്ലല്ലോ, കുഴപ്പമില്ല, സാരമില്ല, പോട്ടെ, ഞങ്ങൾ പോട്ടെ, നിങ്ങൾ നിങ്ങളുടെ മിഷൻ നന്നായിട്ട് ചെയ്യും, നിങ്ങൾ നന്നായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നൊക്കെ ഇവരോട് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. നമ്മളുടെ സുഖിയാണെങ്കിൽ ഇവരെ പറഞ്ഞ് ആശ്വസിപ്പിക്കാനായിട്ടൊക്കെ നോക്കുകയാണ്. അതേസമയം നമ്മളുടെ പിള്ളേർ പിന്നെയും ഫൈറ്റായിട്ട് ഇവന്മാർ ഒരു രീതിയിൽ ഒത്തുചേർന്ന് പോകുന്നില്ല. അതായത് ഹോക്കി പറയുന്നത് ഹക്കോ അതുപോലെ തന്നെ റൈഗയും കേൾക്കുന്നില്ല. എന്നാൽ ഹോക്കിയാണ് ഇവരുടെ ടീമിൻ്റെ ക്യാപ്റ്റനും. അപ്പോൾ അവർ പറയണ കേൾക്കേണ്ടതല്ലേ എന്ന രീതിയിൽ ഹോക്കി നിൽക്കുകയാണ്. അപ്പോൾ അവിടത്തേക്ക് സുഖിയ വരാണ്. എന്നിട്ട് പറയാണ് ലൈക്ക് നീ ക്യാപ്റ്റനാണ്, പക്ഷെ അവരെ കൂടെ മനസ്സിലാക്കൂ, എതിരെ നിൽക്കുന്നവൻ്റെ മനസ്സറിയാൻ നീ ശ്രമിക്കൂ. കാരണം ഇപ്പോൾ റൈഗ നോക്ക്, നിന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ടല്ലേ അതൊക്കെ എടുത്തിട്ട് വന്നേ. അതുപോലെ തന്നെ ഹക്കോ നോക്ക്, അവളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചതല്ലേ. നമ്മളുടെ ഹക്കോ ആണ് കൃത്യമായിട്ട് ഓരോ പാഴ്സൽ പല സ്ഥലത്ത് പോകേണ്ടത് ഒരേ സ്ഥലത്ത് തന്നെ കിടക്കുമായിരുന്നു. ലൈക്ക് അത് കറക്റ്റായിട്ടുള്ള പല സ്ഥലത്തേക്കായിട്ട് കൃത്യമായിട്ട് ഒരു സ്ഥലത്ത് പോകേണ്ട ഒരേ പാഴ്സലായിട്ട് മാറ്റി വെക്കുന്നത് നമ്മളുടെ ഹക്കോ ആയിരുന്നു. അതായിരുന്നു അവൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഹോക്കി ധൃതി പിടിപ്പിച്ചോളെ, അതുകൊണ്ടാണ് കൊളായത്. അതേസമയം എങ്ങനെ അവർ കണ്ടുപിടിച്ച് ഇതിനകത്ത് ബോംബുണ്ട് എന്ന കാര്യമൊന്നും നമ്മളുടെ ഹോക്കി നമ്മളുടെ സുക്കി എടുത്ത് ചോദിക്കുകയാണ്. അപ്പോൾ പറയുകയാണ് ആ ഒരു ഗിഫ്റ്റ് റാപ്പിംഗ് കണ്ടില്ലേ, ആ ഒരു പേപ്പർ വെച്ചാണ് കണ്ടുപിടിച്ചത്, പിന്നെ അതിനകത്ത് ലേബൽ ഇല്ലായിരുന്നു, അത് വെച്ചാന്ന് പറയണം. അപ്പോഴാണ് ഹോക്കി ഒരു കാര്യം ഓർക്കുന്നത്. ലൈക്ക് ലേബൽ ഇല്ലാത്ത ഇനിയും കുറച്ച് പാക്കറ്റ്സ് അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഏകദേശം 3 പാക്കറ്റ്സ് കൂടെ ഇട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ പിള്ളേർ എന്ത് ചെയ്യാണ്, അവിടെ നിൽക്കുകയാണ്. അപ്പോൾ സുഖിയാണെങ്കിൽ ആ ഒരു നമ്മളുടെ കൊറിയർ ഓഫീസിൽ അയാളോട് സംസാരിച്ച് ഇവരെ തന്നെ മിഷനായിട്ട് പറഞ്ഞു വിടുകയാണ്. അങ്ങനെ ഇവരെത്ര നന്നായിട്ട് മിഷൻ ചെയ്യുമെന്നറിയാൻ വയ്യ, എന്തായാലും പോവാണ്. ഹോക്കി പറയുന്നുണ്ട് ഹക്കോടോടും റൈഗിനോടും നമുക്ക് നന്നായിട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കണമെന്ന്. അങ്ങനെ അവരെന്ത് ചെയ്യുന്നു, കൊറിയർ ഓഫീസിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഇത് പോയെന്ന് മനസ്സിലാക്കി അവിടത്തേക്ക് പോവാണ്. യഥാർത്ഥത്തിൽ ഇയാൾ പ്ലാൻ ചെയ്യുന്ന എന്താണെന്ന കാര്യം ഹോക്കി സുക്കിയോടും അവിടെ കൊറിയർ ഓഫീസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇവർ കുറച്ചധികം വെക്കും, അതായത് 4 എണ്ണം വെക്കും, അതിൽ ഒരെണ്ണത്തിൽ മാത്രം ഇവർ ഡിസ്പോസ് ചെയ്തിട്ട് പോകും. ബാക്കി 3 എണ്ണം കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് റാപ്പ് ചെയ്ത് വെക്കും. അതിനകത്തും ലേബലൊന്നും കാണത്തില്ല. പക്ഷേ ഒരെണ്ണം മാത്രം ഡിസ്പോസ് ചെയ്യുന്നുണ്ട്, ബാക്കി 3 എണ്ണവും ബ്ലാസ്റ്റ് ആവും. പക്ഷേ 2 എണ്ണം അവർക്ക് ഡിസ്പോസ് ചെയ്യാൻ പറ്റി, പിന്നെ ഒരെണ്ണമാണ് ഈ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഉള്ളത്. അപ്പം നമ്മളുടെ ഹോക്കിയും റൈഗയും അതുപോലെ തന്നെ ഹക്കോയും കറക്റ്റായിട്ട് 2 എണ്ണം ചെയ്തിട്ട് റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, 3ാമത്തെ എടുക്കുന്നുണ്ട്. നമ്മളുടെ ബൊറൂട്ടോ പൊട്ടിച്ചതും കൂടെ വെച്ചിട്ട് കണക്ക് നോക്കിയാൽ ഏകദേശം 4ാമത്തെയാണ് ഇത്. എന്നാൽ തന്നെയും ഇത് സമയം ഒരുപാട് അടുത്തെത്തിയിട്ടുണ്ട്. ബാക്കി 3ലും അവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ലേബൽ ഒട്ടിച്ചാണ് ഇതാക്കിയത്. ഇത് 4ാമത്തെയാണ്. അങ്ങനെ നോക്കിയാൽ അതിൽ ഇങ്ങനെ ലേബൽ ഒട്ടിക്കാൻ നോക്കുമ്പോൾ സമയം അടുത്തെത്തിയതുകൊണ്ട് ലേബൽ ഒട്ടിക്കാൻ പറ്റുന്നില്ല. ഇനി 21 സെക്കൻഡ്സ് മാത്രമേ ബാക്കിയുള്ളൂ. പെട്ടെന്ന് തന്നെ ഹോക്കി എന്ത് ചെയ്യുന്നുണ്ട്, ഇത് എടുത്തിട്ട് പോകുന്നുണ്ട്. ഹക്കോ എടുത്ത് എറിയുന്നുണ്ട്. നേരെ റൈഗ ഒരു ഫോർമേഷൻ ചെയ്യുന്നുണ്ട്. അതിനകത്ത് വെച്ച് ഈ ബാമ്പ് പൊട്ടിക്കാൻ ഒരു ഷീൽഡും റൈഗ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്കാർക്കും പരിക്കൂല, റെയിൽവേ സ്റ്റേഷനിലും ആർക്കും പരിക്കൂലാതെ അവർ ആ ബോംബ് ബ്ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നാലും അതൊന്നും ആവാതെ നിൽക്കുകയാണ്. അവിടെ നിന്ന് നമ്മളുടെ സുക്കിയുടെ വേഷം മാറ്റി കക്കാഷി അങ്ങോട്ടേക്ക് വരാണ്. അത് കാണുമ്പോൾ ഹോക്കിക്ക് ഭയങ്കര സന്തോഷമാണ്. കക്കാഷിയുടെ വലിയ ഫാനാണല്ലോ ഹോക്കി. അങ്ങനെ ഹോക്കി ആണെങ്കിൽ കക്കാഷിയെ കണ്ട സന്തോഷത്തിൽ ഇതാണ് മിഷൻ എന്നൊക്കെ പറയുന്നുണ്ട്. കക്കാഷി ആണെങ്കിൽ ഓൾറെഡി ഇവരുടെ ടീം വർക്കൊക്കെ കണ്ടിട്ട് ഇവരെ അപ്രിഷ്യേറ്റ് ചെയ്ത് നമ്മളുടെ ടീമിനെ പ്രൊമോട്ട് ചെയ്യുകയാണ്. അതുപോലെ തന്നെ നിങ്ങളെ ഇൻഫർമേഷനും ഇൻ്റലിജൻസും ഉള്ള ടീമായിട്ട് പ്രൊമോട്ട് ചെയ്യുകയാണെന്ന് പറയണം. അതുകൊണ്ട് തന്നെ ഇൻഫർമേഷനും ഇൻ്റലിജൻസിലെയും ഏറ്റവും വലിയ ആളായിട്ടുള്ള നമ്മളുടെ സായിയുടെ ടീമിലേക്ക് അവരെ മാറ്റാണ്. ഇനി മുതൽ അവർ സായിയുടെ ടീമാണ്. അങ്ങനെ അവർ ഹാപ്പി ആവണോ സാഡ് ആവണോ നോക്കി ഇങ്ങനെ നിൽക്കുമ്പോൾ സായി ചിരിക്കുമ്പോൾ ആൾക്കാരെ പറ്റി പറഞ്ഞതല്ല കേൾക്കുന്നത്. അതായത് ഇവർ വിചാരിച്ചത് ഭയങ്കര സീനാന്നാ, പക്ഷേ ഇപ്പോൾ ഹാപ്പിയാണെന്നും പറഞ്ഞിട്ട് ഇവർ ചിരിക്കുന്നിടം വെച്ചാണ് നമ്മളെ ഒരു സിനിമ കാണിച്ചു തുടങ്ങുന്നത്. അതായത് ആ സിനിമയിൽ അവൾ പറയാണ്, നീ എൻ്റെ ചന്ദ്രനാണ്, എൻ്റെ പ്രകാശമാണ്, അതാണ് ഇതാണ് എന്ന രീതിയിൽ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവർ ഒന്നു ചേരാതെ ഒരു പ്രണയ ജോഡികൾ വേർപിരിഞ്ഞു പോകുന്നുണ്ട്. ജോജോയും ഷറാഡയും കണ്ട് കരയുന്നുണ്ടെങ്കിലും ബൊറൂട്ടോയുടെ എക്സ്പ്രഷൻ കണ്ടോ, ക്രിഞ്ച് സാധനം. ബൊറൂട്ടോ പറയണേ ഇതിലെവിടെ ഫൈറ്റ്, ഇവൻ ഇപ്പോൾ പോയിട്ട് ആ പെണ്ണിനെ അടിച്ച് കൊല്ലണോ, അല്ലെങ്കിൽ ആ പെണ്ണിനെ ആരെങ്കിലും അടിച്ച് കൊന്ന് തീർക്കണം, അല്ലെങ്കിൽ ഇവൻ ആരെങ്കിലും അടിച്ച് കൊന്ന് തീർക്കണം. ഒരു ഫൈറ്റ് പോലും ഇല്ലാതെ ഒരു എന്ത് എൻഡിങ്ങാണിത്. ഒന്നുകിൽ അവർ ഒന്ന് ചേരണോ, എന്തെങ്കിലും ഒന്ന് നടക്കണ്ടേ, ഒന്നും നടക്കാത്ത ഒരു കഥ, എന്തൊരു കഥയാണോ ഇതെന്നും പറഞ്ഞ് ബൊറൂട്ടോ ഇറങ്ങിവരാണ്. അപ്പോൾ ബാക്കിയുള്ളവർ നമ്മൾ എല്ലാവരും നല്ല അഭിപ്രായം പറയുമ്പോൾ ബൊറൂട്ടോ മാത്രം ഇങ്ങനെ പറയണം. ഇത് പോയി കൊനഹമാറിനോട് പറയണം, അതായത് ചോജോയും സറാടെ എന്നെ പറയാൻ ഇനി ഒന്നുമില്ല എന്നും പറഞ്ഞ്. അപ്പോൾ കൊനഹമാർ പറയണം, എനിക്ക് ലവ് ഒന്നും വരത്തില്ലടാ, കാരണം ഞാനൊരു
അഞ്ചാണ്, ഹൊക്കാഗെ ആവാൻ പോകുന്ന ഒരാളാണ്. എനിക്ക് അങ്ങനെ ഒരു പെങ്കൊച്ചിനെ വേണം. അപ്പോൾ ബൊറൂട്ടോ പറയുന്നുണ്ട്, ദയവേദ ബൊറൂട്ടോ സറാഡ ചോദിച്ചോ അതിനെ മാത്രം പറയരുത്, അവന്മാരുടെ വാദന സാധനങ്ങളെ എടുക്കരുതെന്ന്. അപ്പോഴാണ് ഒരു പെങ്കൊച്ചയിലെ ഓടിപ്പോകുന്നത്. അപ്പോൾ അവളെ ഇവർ കാണുന്നുണ്ട്, അവളുടെ പുറകെ ഒരു 5 ഗുണ്ടന്മാർ ഓടുന്നുണ്ട്. അവളെ ആണെങ്കിൽ ഓടിച്ചൊരു സ്ഥലത്ത് കൊണ്ട് കയറ്റാണ്. അവളുടെ പേരാണ് റെയ്മൺ. അപ്പോഴത്തേക്ക് അവളെ ഓടിച്ചുകൊണ്ട് പോകുന്നത് കണ്ട് ബൊറൂട്ടോയും കൊനോഹമാറും പുറകെ പോവാണ്. ബൊറൂട്ടോയാണ് ആദ്യം ചെന്ന് കണ്ടുപിടിക്കുന്നത്. എന്നാലും അവളെ അവിടെ നിന്നും ഈ ഗുണ്ടന്മാർ ഓട്ടിക്കുകയാണ്. അങ്ങനെ ഗുണ്ടന്മാരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു പോകുന്ന അവളെ കൊനോഹമാർ പൊക്കിയെടുത്ത് ഓടി ഒരു സ്ഥലത്തൂടെ പറന്നൊക്കെ പോവാണ്. അവൾ ആദ്യമായിട്ടാണ് പറക്കുന്നത്. സോ അവൾ അത് മുഴുവൻ എൻജോയ് ചെയ്യാണ്. കൊനോഹമാറിനെ നോക്കുമ്പോൾ സൂപ്പർ ഹീറോ. സോ അങ്ങനെ ഒരു ഫീലിങ്സ് അവൾക്ക് കൊനോഹമാറിനോട് തോന്നുകയാണ്. അവൾ ഭയങ്കര ഷൈ ആയിട്ടും ഭയങ്കര ഹാപ്പി ആയിട്ടുമാണ് കൊനോഹമാറിനോട് സംസാരിക്കുന്നത്. കൊനോഹമാറിന് അങ്ങനെയൊന്നും തോന്നുന്നില്ലെങ്കിലും ബൊറൂട്ടോ വരുമ്പോൾ എന്തോ അവളോട് കുറച്ചുകൂടെ സംസാരിക്കണമെന്ന് തോന്നുന്നുണ്ടായിരുന്നു. അവൾ പറയാണ്, ഞാൻ അപ്പുറത്തെ വില്ലേജിൽ നിന്ന് അല്ല, എനിക്ക് എവിടെ നിന്നാണ് വന്നതെന്ന് ഓർമ്മയില്ല, എനിക്ക് ഓർമ്മ പോയി, എൻ്റെ പേര് റെയ്മൺ എന്നാണെന്നൊക്കെ പറയാണ്. അതൊക്കെ അവൾക്ക് ഓർമ്മയുണ്ട്, പക്ഷെ വേറൊന്നും അവൾക്ക് ഓർമ്മയില്ല എന്ന് പറയാണ്. അപ്പോൾ കൊനോഹമാർ അവൾക്ക് ഒരു ട്രീറ്റ് തന്നെ വാങ്ങിച്ചു കൊടുക്കുകയാണ്. അവിടെ വില്ലേജ് ഫുള്ള് കറങ്ങി നടന്ന് കാണണമെന്ന് അവൾ പറയുന്നുണ്ട്. ലെമൺ ബർഗറാണ് നമ്മളുടെ ബൊറൂട്ടോ ഇവർക്ക് വേണ്ടി വാങ്ങിച്ചുകൊണ്ട് വന്നത്. എല്ലാവർക്കും വേണ്ടി അതാണ് വാങ്ങിച്ചത്. നമ്മളുടെ കൊനോഹമാറിന് പുളി അത്ര പിടിക്കത്തില്ല. എന്നാലും ബൊറൂട്ടോയും നമ്മളുടെ റെയ്മോണും അവൾ കഴിച്ചിട്ട് അടിപൊളി എന്ന് പറയാണ്. റെയ്മോണിനെ ഇനി തൊട്ട് നമുക്ക് ലെമൺ എന്ന് വിളിക്കാം. ലെമണും അതിന് ഇഷ്ടപ്പെട്ടു, ബൊറൂട്ടോയ്ക്കും ഇഷ്ടപ്പെട്ടു. എന്നാൽ കൊനോഹമാർ കഴിക്കുമ്പോൾ പുളിച്ച് പയ്യെ പുച്ച് പല്ലേ എന്നും പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, കൊനോഹമാർ ഭയങ്കരമായിട്ട് തുപ്പാൻ തുടങ്ങുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ലെമൺ ആണെങ്കിൽ അവളുടെ കർച്ചീഫ് കൊടുക്കുന്നുണ്ട്, അതിൽ തുപ്പാണ്. എന്ത് വൃത്തികെട്ടവനാ ഇയാൾ എന്നും പറഞ്ഞ ബൊറൂട്ടോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമ്മളുടെ ലെമണിനെയും കൊണ്ടിട്ട് കൊനോഹമാർ കറങ്ങാൻ പോവാണ്. അവർ നമ്മുടെ സിറ്റി ഫുള്ള് നടന്ന് കാണിക്കുന്നുണ്ട്. മെട്രോപൊളിറ്റൻ പോലത്തെ ഒരു സിറ്റിയാണ്. അത്രയ്ക്കും അടിപൊളിയാണ്. വലിയ സ്ഥലങ്ങൾ, നമ്മളുടെ ഹോക്കാഗെയുടെ സ്റ്റാച്ചു, അതുപോലെ തന്നെ ഫേസ് കാർവ് ചെയ്തിരിക്കുന്ന സ്ഥലം. അവിടെ പോയിട്ട് നമ്മളുടെ 3rd ഹോക്കാഗെയെ കാണിച്ചിട്ട് എൻ്റെ മുത്തശ്ശനാണെന്നൊക്കെ പറഞ്ഞിട്ട് കൊനോഹമാർ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങുന്നുണ്ട്. പിന്നീട് ഏറ്റവും വലിയ ബിൽഡിങ്, പിന്നെ മോമോസ്, അതുപോലെ തന്നെ കുറേ സാധനങ്ങൾ ഒക്കെ വാങ്ങിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം അവരുടെ നമ്മളുടെ ഈ ഒരു എന്താണ് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലെ ബാംഗ്ലൂരിലെ അതുപോലത്തെ ഒരു സ്ഥലത്ത് പോകണം, അഫോർഡബിൾ ആയിട്ടൊരു ഹെയർ ക്ലിപ്പ് വാങ്ങിക്കുകയാണ്. കൊനോഹമാറുമാണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. കൊനോഹമാർ ചെയ്യുന്നില്ലെങ്കിൽ ഒരു ബ്ലൂവും ഒരു പിങ്കും കാണിച്ചിട്ട് ഏത് വേണമെന്ന് ചോദിക്കുമ്പോൾ അവൊന്നും പറയുന്നില്ല. ഏത് വേണോടാ എന്ന് ചോദിക്കുമ്പോൾ പിങ്ക് എടുത്തോ എന്ന് കൊനോഹമാർ പറഞ്ഞത് പ്രകാരം പിങ്ക് എടുക്കുമായിരുന്നു. പിന്നീട് നമ്മളുടെ ബോർഡോട് ചോദിക്കുകയാണ്, ഈ തലയിൽ ഇത്രയും നല്ലൊരു റോയൽ ലുക്കുള്ള ഗോൾഡിൽ പണിയിച്ചതാണോ ആ ഒരു ഹെയർ ക്ലിപ്പ്, എന്നിട്ട് എന്തിനാണ് ഈ ഒരു പ്ലാസ്റ്റിക് കുത്തിയേക്കുന്നതെന്ന്. അത് കേൾക്കുമ്പോൾ കൊനോഹമാറിന് എന്തോ പോലെ തോന്നുന്നുണ്ട്. കാരണം കൊനോഹമാർ വാങ്ങിച്ചു കൊടുത്തതാണല്ലോ ആ പ്ലാസ്റ്റിക്. അവൾ പറയണം, അങ്ങനെയൊന്നുമില്ല, ഇത് ഏതായാലും എനിക്ക് ചേരുന്നുണ്ടോ എന്ന് ചോദിക്കണം. അപ്പോൾ ബൊറൂട്ടോ പറയണം, ചേരുന്നുണ്ട്, എന്നാലും ചോദിച്ചു പറഞ്ഞു എന്നേ ഉള്ളൂ, ഇതെന്തിനാണ് സെലക്ട് ചെയ്തതെന്ന് ചോദിച്ചു എന്നേ ഉള്ളൂ എന്ന്. എല്ലാം ഒരു ടൈപ്പ് ആണെന്നല്ലേ വിചാരിക്കുകയെന്ന്. അപ്പോൾ കൊനോഹമാറാണെങ്കിൽ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അവൻ്റെ കഥ പറയാണ്. അതായത് ഞാനിങ്ങനെ ഹൊക്കാഗെ ആവണമെന്നാണ് ആഗ്രഹിക്കുന്നത്. എൻ്റെ മുത്തശ്ശൻ ഇങ്ങനെ ഒരു വാറിലാണ് മരിച്ചുപോയത്, ഒറോച്ചിമാറുമായിട്ടുള്ളത്. ആ സമയത്ത് അങ്ങനെയായിരുന്നു, ഞാൻ കൊച്ചായിരുന്നു. അതിനുശേഷം പിന്നെയും കുറേ പ്രശ്നങ്ങൾ നടന്നു. എൻ്റെ ബ്രദർ നറൂട്ടോ ആണ് ഇതൊക്കെ ഏറ്റെടുത്തത്. അതിനുശേഷം എനിക്ക് അവരെ പോലെ ഹൊക്കാഗെ ആവണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. നാടിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ എനിക്ക് ചെയ്യണം. നമ്മളുടെ കൊനോഹമാറിൻ്റെ വർത്തമാനം കേട്ടിട്ട് ലെമൺ ഭയങ്കരമായിട്ട് ഇമ്പ്രസ്ഡ് ആവുകയാണ്. ബൊറൂട്ടോ ആലോചിക്കുന്നത്, വാവ്, നല്ല രീതിയിൽ പറഞ്ഞുകൊണ്ട് വരുന്നു, പെണ്ണ് വീണെന്ന രീതിയിൽ. അപ്പോഴാണ് കൊനോഹമാറിൻ്റെ വായിന്ന് അറിയാതെ ഞാൻ ക്യൂട്ടാണോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ലെമൺ, എന്ത് താൻ എന്നോട് ഇത് ചോദിക്കണോ, സോറി നീ ക്യൂട്ടാണോ, അല്ല ഞാൻ ഒന്നുമില്ല എന്ന രീതി കൊനോഹമാർ പറഞ്ഞ് വാ പൊത്തി പിടിക്കണം. എല്ലാം കളഞ്ഞു എന്നും പറഞ്ഞ് ബൊറൂട്ടോയ്ക്കാണ്. ലെമൺ എന്തോ പറയാനായിട്ട് മുമ്പോട്ട് വരുമ്പോൾ അവൾ വീഴാൻ പോവാണ്, കൊനോഹമാർ പിടിക്കുകയാണ്. ഇത് കണ്ട ബൊറൂട്ടോ ഞെട്ടി നിൽക്കുകയാണ്. അവനെ കണ്ടതുകൊണ്ട് ഇവരൊന്നും അറിയാത്ത പോലെ നിൽക്കുകയാണ്. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ ആ പോസ് കണ്ടിട്ട് എന്തോ മാതിരി തോന്നി. ശിവ നാമിക്കിപ്പോൾ എന്തൊക്കെ ഉണ്ടെന്ന രീതിയിലാണ് ബൊറൂട്ടോ നിൽക്കുന്നത്. പിന്നീട് വില്ലേജ് ഫുൾ കൊണ്ട് നടന്ന് കാണിച്ച് കഴിയുമ്പോൾ പിന്നെയും ആ 5 ആൾക്കാർ വരികയാണ് ഇവളെ പിടിച്ചുകൊണ്ട് പോകാൻ. അപ്പോഴത്തേക്ക് ഇവൾ പറയുന്നുണ്ട്, ഞാൻ ഇനി പോയേ പറ്റൂ, ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, പറയാതിരുന്നതാണ്, ഞാൻ വീട്ടിൽ നിന്നും പറയാതിറങ്ങി വന്നതാണ്, ഇവരെന്നെ പിടിക്കാൻ വന്നതാണ്, ഞാൻ ഇവരുടെ കൂടെ പോവാണ്, ഒരുപാട് നന്ദി എന്ന് പറഞ്ഞാൽ ബൊറൂട്ടോയ്ക്ക് നന്ദി പറയുന്നുണ്ട്, കൊനോഹമാറിന് നന്ദി പറയുന്നുണ്ട്. കുറച്ചങ്ങോട്ട് പോയിട്ട് പിന്നെയും കൊനോഹമാറിന് നന്ദി പറയുന്നുണ്ട്. ബൊറൂട്ടോ ആയിക്കോട്ടെ കൊനോഹമാർ ആയിക്കോട്ടെ അവർ ശ്രദ്ധിക്കുന്നത് ഇവൾ നന്ദി പറയുന്നൊന്നുമല്ല. അവളുടെ ഫേസ് ആകെ വിഷമിച്ചിരിക്കുകയാണ്. പോകാൻ ഒട്ടും താല്പര്യമില്ല. വീട്ടിൽ നിന്നെ പൂട്ടിയിട്ടേക്കാണ്, തടവിലിട്ടേക്കാണ്, എന്താണ് പ്രശ്നമെന്ന് പറ, ഞങ്ങൾ ശരിയാക്കി തരാം, നീ ഈ വില്ലേജിലുള്ളതല്ലേ, ഹൊക്കാഗെയോട് പറയട്ടെ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഈ വില്ലേജിലുള്ളതല്ല, പറയണ്ട എന്ന് പറഞ്ഞിട്ട് അവൾ എന്ത് ചെയ്യാണ്, പോവാണ്. കൊനോഹമാർ അടുത്ത ദിവസം ചിന്താവിഷ്ടനായി നിൽക്കുകയാണ്. അത് കണ്ട് ചോജു പറഞ്ഞു, ഇത് മറ്റേത് തന്നെ, ലവ്. ബൊറൂട്ടോ ഞെട്ടിപ്പോവാണ്, എന്ത് അങ്ങനെയൊന്നും വരാൻ വഴിയില്ല എന്ന് പറയുമ്പോൾ പറയണം,
കാരണം നിനക്കറിയത്തില്ല, നിനക്ക് റൊമാൻറ്റിക് മൂവി കണ്ടാൽ പോലും നിനക്കൊരു വിചാരമില്ലാത്ത നീ നത്ത് കുത്തിയ ചത്ത ഓന്താണെന്ന് പറയാം. ബൊറൂട്ടോ ഓർക്കാണ് ഇനി കൊനോഹമാറിന് അങ്ങനെ ഒന്നും ഉണ്ടെങ്കിൽ ഞാനല്ലേ ഹെൽപ്പ് ചെയ്യണ്ടേ, കാരണം എൻ്റെ ചേട്ടനല്ലേ. സോ അതുകൊണ്ട് ബൊറൂട്ടോ എന്ത് ചെയ്യുന്നുണ്ട്, നേരെ തണ്ടർ ബർഗറിൽ പോയിട്ട് ഒരു ബർഗർ വാങ്ങിച്ച് ആ കർച്ചീഫ് നോക്കിക്കൊണ്ട് മണ്ടയ്ക്ക് നിൽക്കുന്ന കൊനോഹമാറിനെ വിളിച്ചിട്ട് നമ്മളുടെ ലെമണിനെ കാണാനായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ കൊനോഹമാറിനെ വിളിച്ച് ലെമണിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ലെമൺ വെഡിങ് ഡ്രസ്സ് ഇട്ട് നടന്നു പോവാണ്. എന്താണ് വീട്ടിലെ വെഡിങ് ഡ്രസ്സ് ഇട്ട് നടക്കുന്നതെന്ന് നോക്കിയാൽ അവിടെ വേറൊരുത്തം വന്ന് നിൽക്കുകയാണ്. ലെമൺ പറയാണ് നിങ്ങൾ ഇങ്ങോട്ട് വരാനേ പാടില്ലായിരുന്നു, ആ കർച്ചീഫ് അവൾ വാങ്ങുന്നില്ല. ആ വന്ന് നിൽക്കുന്ന റംബൂട്ടാൻ തലേന് ഏതാണെന്ന് നമുക്ക് ഇപ്പം അറിയത്തില്ല. നെക്സ്റ്റ് എപ്പിസോഡ് വരെ അത് കാണാനായിട്ട് കാത്തിരിക്കണം. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ എല്ലാ കുരങ്ങന്മാർക്കും ടാറ്റാ.